കവി കവിത സംവാദം എന്നാണ് ഈ സെഷൻ്റെ പേര്. ഇന്ന് ആർട്സ് കോളേജിൻ്റെ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ ഇങ്ങനെ വന്ന സമയത്ത് തുടർച്ചയായി 3 കവിതാ സെഷനുകൾ ശ്രദ്ധയിൽപ്പെട്ടു. അതിൽ ഞാൻ തന്നെ ഇരിക്കുന്ന 2ാമത്തെ സെഷനാണിത്. കവിതയിലെ വൃത്തവും താളവും എന്ന ഒരു സെഷൻ ഉണ്ടായിരുന്നു നേരത്തെ. ഇപ്പോൾ നിഷാ നാരായണനും ധന്യ വേങ്ങച്ചേരിയും സുകുമാരൻ ചാലികഥയും ഒക്കെ പങ്കെടുക്കുന്ന ഒരു കവിതാ സെഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. ഇത് 3ാമത്തേതാണ്. ഇത് കവിത എഴുതിക്കൊണ്ടിരിക്കുന്ന ആളുകൾ, കവിത പിന്തുടരുന്ന ആളുകൾ എന്നുള്ള രീതിയിൽ ഞങ്ങളെയൊക്കെ സംബന്ധിച്ച് വളരെ ആഹ്ലാദകരമായ ഒരു കാര്യമാണ്. നേരത്തെ ഇപ്പം നമുക്കറിയാം, കേരളത്തിലെ ഏറ്റവും ആളുകൾ പങ്കെടുക്കുന്ന KLF പോലുള്ള പരിപാടികളിൽ കവികളെ മുഴുവൻ കുത്തി നിറച്ചൊരു മൂലക്കൽ ഒരു വേദിയിട്ട് തരുന്ന ഒരു പരിപാടി കണ്ടിട്ടുണ്ട്. അപ്പം ഞാനൊരു കാലത്ത് അതിൻ്റെ സംഘാടകൻ കൂടിയായിരുന്നു. ആ സമയത്ത് പോലും നമുക്കൊക്കെ ഇങ്ങനെ പ്രഷർ ചെയ്താൽ പോലും കവിതയെ സംബന്ധിച്ച സീരിയസ് ആയിട്ടുള്ള സെഷൻസ് അതിൽ വരുത്തിക്കുക വലിയ ബുദ്ധിമുട്ടായിരുന്നു. ആ ഒരു കാലത്ത് നമ്മൾ വളരെ പെട്ടെന്ന് കവിതയെ വളരെ ഗൗരവമായി കാണുന്ന ഒരവസ്ഥയിലേക്ക്, കവിതയുമായി ബന്ധപ്പെട്ട കവിത ചൊല്ലൽ മാത്രമല്ല, കവിതയുടെ സൂക്ഷ്മാംശങ്ങളിലേക്ക് ആലോചനകൾ എത്തുന്ന ചർച്ചകൾ ഇത്തരം സാഹിത്യോത്സവങ്ങളിൽ ഉണ്ടാവുന്നത് ആഹ്ലാദകരമായ ഒരു കാര്യമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം പരപ്പനങ്ങാടിയിൽ നടന്ന ഇതേപോലുള്ള ഒരു സാഹിത്യോത്സവത്തിൽ പറഞ്ഞ ഒരു കാര്യം ഇവിടെ ഒന്നുകൂടി ആവർത്തിക്കേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നൊരു സംഗതിയാണ്. അത് ഇപ്പോൾ ഇറ്റ്ഫോക്ക് പോലുള്ള പരിപാടിയിലൊക്കെ തന്നെ ആളുകൾ ടിക്കറ്റ് എടുത്ത് കവിത കേൾക്കാൻ പോകുന്ന അത്ഭുതകരമായ കാര്യം കണ്ടിട്ടുണ്ട്. അവിടെയുള്ള വിവിധ വേദികളിൽ വിദേശത്തു നിന്നൊക്കെ എത്തിയിട്ടുള്ള ആളുകൾ കവിത അവതരിപ്പിക്കുന്ന ഒരു പരിപാടിയുണ്ട്. എനിക്ക് തോന്നുന്നു കേരളത്തിൽ ആ രീതിയിൽ ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും അങ്ങനെ സംഭവിക്കുന്നതെന്ന് തോന്നുന്നു. കവിതാവതരണ പരിപാടിക്ക് ടിക്കറ്റ് വെച്ച് നടത്തുകയും അതിന് ആളുകൾ ടിക്കറ്റ് എടുത്ത് കയറുകയും കയറാൻ കഴിയാത്ത ആളുകൾ ഞങ്ങളെ കൂടി എങ്ങനെയെങ്കിലും ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞ് അതിൻ്റെ വാതിലിന് മുന്നിൽ ബഹളം വെക്കുകയും ചെയ്യുന്ന ഒരു പരിപാടി കേരളത്തിൽ ഞാനത് അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ കവിതയെ സൂക്ഷ്മമായിട്ട് എന്താ പറയുക, നമ്മുടെ മലയാള സാംസ്കാരിക ലോകം പിന്തുടരുന്നുണ്ട് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനി നമ്മുടെ ഈ സെഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ സെഷൻ്റെ പേര് കവി കവിത സംവാദം എന്നാണ്. സാങ്കേതികമായി ചെറിയ ചില പ്രശ്നങ്ങൾ ഈ സെഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇതിൻ്റെ ഏകോപനം നിർവഹിക്കുന്ന ആൾ എന്നുള്ള രീതിയിൽ എനിക്കുണ്ട്. എന്തായിട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ചില തിരക്കുകൾ കാരണം ഈ സെഷനിൽ കവിത അവതരിപ്പിക്കുന്ന പലരെയും എനിക്ക് അറിഞ്ഞൂടാ. അവരെ നന്നായിട്ട് പഠിക്കാനും അവരുടെ കവിതകൾ വായിച്ച് പഠിക്കാനും ആ തരത്തിൽ അവരുടെ കവിതകളിലൂടെ ഒരു സംവാദാന്തരീക്ഷം ഉണ്ടാക്കി ഈ സെഷൻ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുക എന്നത് എനിക്ക് പറ്റിയിട്ടില്ല. അതെൻ്റെ ഒരു പരിമിതിയാണ്, എൻ്റെ തിരക്കുകൾ കൊണ്ട് വന്നു പോയിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ്. മലയാള കവിതയെ സംബന്ധിച്ചിട്ടുള്ള വലിയ പ്രതിസന്ധികളിൽ ഒന്നുകൂടിയാണിത്. എന്താണ് കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് ഒരേ സമയം ലോകോത്തരമായ കവികൾ മലയാളത്തിലുണ്ട്. നമ്മൾ അത്ഭുതപ്പെട്ടു പോകുന്ന കവികൾ ഒരുപാട് പേര് മലയാളത്തിലുണ്ട്. സന്തോഷകരമായ, വളരെ ആഹ്ലാദകരമായ കാര്യങ്ങളിലൊന്ന്, എൻ്റെ കാലത്ത് ജീവിച്ചിരിക്കുന്ന ഏറ്റവും പ്രഗത്ഭനായ കവികളിൽ ഒരാൾ ഇന്ന് നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളത്. അതാണ് ഷാജു വിവിയാണ്. ഷാജു വിവി മലയാളത്തിൽ നിന്ന് ലോക നിലവാരത്തിലുള്ള കവിതകൾ എത്രയോ വർഷങ്ങളായി തുടർച്ചയായി എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഒരുപക്ഷെ ഷാജു വിവിയുടെ തന്നെ ചില വാശികൾ കൊണ്ടായിരിക്കും അദ്ദേഹത്തെ വേണ്ടത്ര ആളുകൾ തിരിച്ചറിയാതിരുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ ഈയിടെ ഞങ്ങളുടെ യൂണിവേഴ്സിറ്റി കൊടുക്കുന്ന ഒരു കവിതാ പുരസ്കാരമുണ്ട്. കവിതാ പുരസ്കാരം ഇത്തവണ കിട്ടി, ശ്രാവസ്തി കവിതാ പുരസ്കാരം എന്നാണ് അതിൻ്റെ പേര്. ഇത്തവണ ശ്രാവസ്തി കവിതാ പുരസ്കാരം കിട്ടിയത് ഷാജു വിവിക്കാണ്. അങ്ങനെ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് മലയാളത്തിലെ പ്രഗത്ഭനായ ഒരു അക്കാദമീഷ്യൻ എന്നോട് ചോദിച്ചു, ഷാജു വിവി ആരാണ്, അയാളുടെ കവിതകൾ ശ്രദ്ധിച്ചിട്ടില്ലല്ലോ എന്ന് പറയണ്ടായി. എനിക്കതിൽ വലിയൊരു അത്ഭുതം തോന്നിയില്ല. അതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഈ എഴുത്തിൻ്റെയും വായനയുടെയും പുതിയ കാലത്ത് എഴുത്തിൻ്റെയും വായനയിലും ഒക്കെ വിവിധങ്ങളായ ബബിൾസ് ഉണ്ട്. ഇങ്ങനെ സോഷ്യൽ മീഡിയയെക്കുറിച്ച് പറയുന്ന സമയത്ത് അതിനകത്ത് വരുന്ന സംവാദങ്ങളും സാധ്യതകളും ഒക്കെ ഇങ്ങനെ ബബിൾസ് ആയിട്ട് ഇങ്ങനെ പറയും. ആ ബബിൾസിൽ പെടുന്ന ആളുകൾക്ക് ആ ലോകം അറിയുള്ളൂ. അതേസമയം കുറച്ചൊക്കെ പ്രിന്റിൽ കൂടി എഴുത്ത് വരുന്ന ആളുകളെ സംബന്ധിച്ചാണെങ്കിൽ കുറച്ചും കൂടി പൊതുവായിട്ട് മനസ്സിലാവും. പക്ഷെ ഷാജു വിവിയെ പോലുള്ള, വിഷ്ണുപ്രസാദിനെ പോലെയൊക്കെയുള്ള ആൾക്കാർ ഒരു വാശി എന്ന പോലെ അവർ മുഖ്യധാരയിൽ വളരെ കുറച്ചേ എഴുതാറുള്ളൂ, പ്രിന്റിൽ വളരെ കുറച്ചേ എഴുതാറുള്ളൂ. അവരുടെ FP പേജുകളിലാണ് അവരുടെ കവിതകൾ വരൽ. അവരുടെ കവിത വായിക്കുകയും അതിനെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്യേണ്ട ആളുകൾ അങ്ങോട്ട് ചെന്ന് വായിക്കണം എന്ന് പറഞ്ഞൊരു വാശി ഇവരൊക്കെ മുന്നോട്ട് വെക്കുന്നുണ്ട്. എന്തായാലും ഈ ഷാജുവിനെ പോലുള്ള ആളുകളുടെ ഒരു കാവ്യലോകം
പിന്നെ എന്താ പറയുക, മലയാളികളായ നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാവുന്ന രീതിയിൽ അതിൻ്റെ പരിചരണത്തിലും പ്രമേയത്തിലും ഭാഷയിലും ഒക്കെ തന്നെ ഒരു മൈൽ സ്റ്റോണായി നിൽക്കുന്ന ഒന്നാണ് എന്ന് ഷാജുവിനെ മുന്നിൽ വെച്ചുകൊണ്ട് പറയാൻ എനിക്ക് സന്തോഷമുണ്ട്. അതേസമയം തന്നെ നമുക്കുള്ളൊരു ഒരു 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 പ്രശ്നം, അത് പ്രശ്നമാണോ എന്ന് ചോദിച്ചാൽ അതിനെ ഞാൻ പറയാൻ ശ്രമിക്കുന്നത് അത് മലയാള കവിതയുടെ ഒരു സൗന്ദര്യാത്മക പ്രതിസന്ധിയാണ് എന്നുള്ളതാണ്. അത് കവിത എഴുതുന്ന ആളുകളുടെ എണ്ണപ്പെരുക്കമാണ്. എല്ലാവരും കവിത എഴുതുന്ന ഒരു കാലമാണ്. അങ്ങനെ എല്ലാവരും കവിത എഴുതുന്ന ഒരു കാലം മോശം കാലമല്ല. നമ്മളൊക്കെ പ്രതീക്ഷിച്ചത്, സ്വപ്നം കണ്ടൊരു കാര്യം എല്ലാവരും കവികളാവുന്ന, എല്ലാവരും കലാകാരന്മാരാവുന്ന ഒരു കാലം ഉണ്ടാവുന്നത് നല്ലതാണ് എന്നാണ്. പക്ഷേ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ, എല്ലാവരും കവികളാവുന്ന സമയത്ത് നമുക്ക് ഈ കവികളെ മുഴുവൻ സൂക്ഷ്മമായി ഫോളോ ചെയ്യാൻ പറ്റില്ല എന്ന ഒരു പ്രശ്നമുണ്ട്. ഷാജു വിവിയെ അറിയില്ല എന്ന് ചിലർ പറഞ്ഞതുപോലെ തന്നെ മറ്റു ചില കവികളെയും നമ്മൾ ആദ്യം കാണുമ്പോഴാണ് അവരുടെ കാവ്യലോകത്തെക്കുറിച്ച് അവരും കവിയാണോ എന്ന് നമുക്കറിയുന്നത്. പക്ഷെ നമുക്ക് അറിഞ്ഞൂടത് ഇത് നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കുന്ന കവിയുടെ വലിപ്പം എത്രയാണ്, ആഴം എത്രയാണ്, അവരുടെ സൂക്ഷ്മതകൾ എത്രയാണ് എന്നറിയാത്ത ഒരു പ്രശ്നം കൂടി നമ്മുടെ മുന്നിലുണ്ട്. വേറെ എനിക്കിതിനകത്തേക്ക് എൻ്റർ ചെയ്യാനുള്ള മറ്റൊരു ബുദ്ധിമുട്ട് എന്താണെന്ന് പറഞ്ഞാൽ, ഈ കവിത സംവാദം എന്ന ഈ ഒരു സെഷനിലൂടെ എന്താണ് മുന്നോട്ട് വെക്കുന്നത്, എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത് എന്ന് സംഘാടകർ പറഞ്ഞിട്ടില്ല. അത് നിങ്ങളെല്ലാവരും കൂടി അങ്ങ് ചെയ്യൂ. ഞങ്ങളോട് കവികളിലുള്ള വലിയ വിശ്വാസത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് ആ രീതിയിൽ ഈ സെഷൻ പൂർണ്ണമായി ഞങ്ങൾക്ക് വിട്ടു തന്നത് എന്ന് തോന്നുന്നു. ഞാൻ ഈ കവിതയിലെ ഈ പരിപാടിയുടെ ടൈറ്റിൽ വായിക്കുന്ന സമയത്ത് കവിതാ സംവാദം എന്ന് പറയുന്ന 3 വാക്കുകളാണുള്ളത്. അതിലൊന്ന്, ഞങ്ങളെപ്പോലൊക്കെ അങ്ങനെ കവിത എഴുതുന്ന ചെറിയ രീതിയിൽ, ഞാനൊക്കെ വളരെ എളിയ രീതിയിൽ മാത്രം കവിത എഴുതുന്ന ഒരാളാണ്. കവിതയിൽ അങ്ങനെ ശ്രദ്ധേയമായ സംഭാവനകളൊന്നും ചെയ്ത ഒരാളല്ല. അപ്പോൾ ഞങ്ങളെപ്പോലുള്ള ആളുകൾ, ഇപ്പോൾ ഷാജു വിവിയെ പോലുള്ള ഉയർന്ന തലത്തിൽ കവിത എഴുതുന്ന ആൾക്കാർ, അങ്ങനെയുള്ള മലയാളത്തിലെ ഒരു കവികളുടെ ഒരു ക്രോസ് സെക്ഷൻ തന്നെ ഈ സ്റ്റേജിൽ കൊണ്ടുവന്ന് ഇരുത്തുക എന്ന് ആ ഒരു പണി ചെയ്യുന്നതിലൂടെ ഈ സെഷൻ്റെ 3-1 കഴിഞ്ഞിരിക്കുന്നു എന്നതാണ്. ഞങ്ങളിവിടെ വന്നിരുന്നു, കവികൾ വന്നിരുന്നു. രണ്ടാമത്തത് കവിതയാണ്. ആ കവിത ഞങ്ങൾ അവതരിപ്പിക്കേണ്ടതാണ്. അതും കഴിഞ്ഞിട്ടാണ് സംവാദം എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. ഞാൻ ഈ സെഷൻ ഞാനടക്കം 6 പേരുണ്ട്. കുറച്ച് നേരം ഞാൻ സംസാരിച്ചു. ഇനി നമുക്ക് സംസാരിക്കാനുള്ള എല്ലാവർക്കും ഒരു 10 മിനിറ്റിൽ താഴെ സമയമൊക്കെയാണ് സംസാരിക്കാൻ കിട്ടുക. ആ സമയം കവിത അവതരിപ്പിക്കേണ്ടതുണ്ടോ, കവിതയെക്കുറിച്ച് അക്കാദമികമായി സംസാരിക്കണോ എന്നൊക്കെ നിങ്ങൾ ഓരോരുത്തർ, ഈ സെഷനിലുള്ള ഓരോരുത്തരും തീരുമാനിക്കട്ടെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എൻ്റെ ഒരു സ്വാർത്ഥത കവിതയെക്കുറിച്ച്, കവിതാ സങ്കല്പങ്ങളെക്കുറിച്ച്, പുതിയ കാലത്തിൻ്റെ കാവ്യലോകത്തെക്കുറിച്ചും മറ്റു തരത്തിലുള്ള പ്രശ്നങ്ങളെക്കുറിച്ചും പ്രതിസന്ധികളെക്കുറിച്ചുമൊക്കെ ഷാജു വിവിയുടെ വായിൽ നിന്ന് ചിലത് കേൾക്കണം എന്ന് നിങ്ങളെപ്പോലെ തന്നെ, ഇവിടെ വന്നിരിക്കുന്ന നിങ്ങളെപ്പോലെ തന്നെ എനിക്കും ആഗ്രഹമുണ്ട്. നമുക്ക് കവിതയിലേക്ക് വരികയാണെങ്കിൽ, അല്ലെങ്കിൽ പുതിയ കാലത്തെ കവിതയിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ലിസ്റ്റ് ചെയ്യാവുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. കവിതയുടെ ഫോമിനെ സംബന്ധിച്ച്, കവിതയുടെ വൃത്തത്തെ സംബന്ധിച്ച്, അതിൻ്റെ പ്രമേയത്തെ സംബന്ധിച്ച് ഒക്കെ സങ്കീർണമായ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. പക്ഷേ ഞാൻ ഷാജുവിനോട് ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു സംഗതി, അടിസ്ഥാനപരമായി കവിത എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? കവിതയും മനുഷ്യനും തമ്മിലുള്ള, അല്ലെങ്കിൽ ഈ നമ്മുടെ ഒരു മനുഷ്യ സമൂഹത്തിൽ കവിത എന്താണ് ചെയ്യുന്നത്? കവിത എന്ന് പറയുന്ന സങ്കീർണമായ ഒരു എന്താ പറയുക, വിശേഷ വ്യവഹാരങ്ങളുടെയും മേലെ നിൽക്കുന്ന മറ്റൊരു വിശേഷ വ്യവഹാരമായ കവിത എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഷാജുവിന് തോന്നുന്നത്? സുഹൃത്തുക്കളെ, ലത്തീഫ് മാഷ് ഈ പറഞ്ഞ 2 കാര്യങ്ങൾ, ഞാൻ 2 നിരീക്ഷണങ്ങൾ ഒരു 5 മിനിറ്റ് എടുത്തുകൊണ്ട് 2 നിരീക്ഷണങ്ങൾ പറയാമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ 3:11. ഒന്ന്, കവിതയെക്കുറിച്ച് സാമാന്യമായും, രണ്ടാമത് വർത്തമാനകാല കവിതയെക്കുറിച്ച് സവിശേഷമായും 2 നിരീക്ഷണങ്ങൾ. ഒന്നാമത്തത്, കവിതയെ നിർവചിക്കുക എന്ന വളരെ ശ്രമകരമായ കാര്യമാണ്. അപ്പോൾ ഞാൻ വളരെ അധൈര്യത്തോടു കൂടി പറയുന്നു, കവിത അതിർത്തി ലംഘനത്തിൻ്റെ കലയാണ് എന്ന ഒരല്പം ആലങ്കാരികമായ ഒരു വാചകം ഞാൻ ആദ്യം പറയുന്നു. ഞാനത് വിശദീകരിക്കാൻ ശ്രമിക്കാം. നമ്മൾ കവിതയെ നിർവചിക്കാനുള്ള ഏത് ശ്രമവും ഒരർത്ഥത്തിൽ അതിലെ പല ഘടകങ്ങളെയും, പല സാധ്യതകളെയും, പല വഴികളെയും തമസ്കരിക്കുകയോ എക്സ്ക്ലൂഷന് വിധേയമാക്കുകയോ ചെയ്യുന്നുണ്ട്. അതെല്ലാ നിർവചനങ്ങൾക്കും, ശാസ്ത്രം ഒഴികെ ഉള്ള എല്ലാ സാമൂഹിക സാംസ്കാരിക വ്യവഹാരങ്ങളിലും നിർവചനം വാസ്തവത്തിൽ ചെയ്യുന്നത് റെഡ്യൂസ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് താല്പര്യമുള്ള ഒരു സ്ഥലത്ത് അതിനെ ലൊക്കേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, കവിതയെ നിർവചിക്കുകയാണെങ്കിൽ വേണമെങ്കിൽ രസകരമായിട്ട് പറയാം, നമ്മുടെ ഈ ഓൺലൈൻ ലോകത്തിലുള്ള പോൺ സൈറ്റുകളെക്കാൾ കൂടുതൽ ലോക ചരിത്രത്തിൽ കവിതയെക്കുറിച്ചുള്ള നിർവചനങ്ങൾ ഉണ്ടായിട്ടുണ്ട്.
അപ്പോൾ ഈ നിർവചനങ്ങൾ ഇപ്പോഴും കവിത എന്താണ് എന്നുള്ള കാര്യം ചോദിച്ചാൽ നമുക്കിപ്പോഴും അവ്യക്തതയാണ്. അപ്പോൾ ഞാൻ പറയുന്നത് കവിത അതിർത്തി ലംഘനമാണ് എന്ന് വളരെ സൗകര്യപൂർവ്വം ഞാൻ പറഞ്ഞു വെക്കുവാണ്. ഞാനത് വിശദീകരിക്കുന്നതിന് വേണ്ടി ക്രിക്കറ്റ് എന്ന കളിയുടെ ഒരു സ്വഭാവം ഒന്ന് ചുരുക്കി പറയാം. മറ്റ് കളികളിൽ നിന്ന് ക്രിക്കറ്റ് എന്ന കളിയെ വ്യത്യസ്തമാക്കുന്ന ഒരു ഘടകമുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, എല്ലാ കളികളും അതിർത്തികളെ ബഹുമാനിക്കുന്നു. എന്ന് വെച്ചാൽ ഫുട്ബോളിൽ അതിൻ്റെ അതിർത്തിക്ക് വെളിയിലേക്ക് ഒരു കളിക്കാരൻ്റെ കാലിൽ നിന്ന് പന്ത് പോയാൽ എതിർ ടീമിന് അതിൻ്റെ ആനുകൂല്യം കിട്ടുന്നു. ക്രിക്കറ്റിലാവട്ടെ, നിങ്ങൾ എപ്പോഴാണോ അതിർത്തിക്ക് വെളിയിലേക്ക് പന്ത് അടിച്ചകറ്റുന്നത് അപ്പോഴാണ് ക്രിക്കറ്റിലെ ഏറ്റവും വലിയ പോയിന്റ്, സിക്സർ, നിങ്ങൾക്ക് കിട്ടുന്നത്. അത് കൊളോണിയലിസവുമായി ബന്ധപ്പെട്ട ഒരു ചരിത്രത്തിന് പിറകിലുണ്ട്. ഇംഗ്ലീഷുകാരുടെയാണ് ഈ കളി. അപ്പോൾ കൊളോണിയലിസത്തിൻ്റെ വ്യാപനത്തിൻ്റെ യുക്തി തന്നെയും അതിർത്തി ലംഘനമാണ്. അത്തരം വിശദാംശങ്ങളിലേക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പോകുന്നില്ല. ഞാൻ പറയുന്നത് ഇതേപോലെ എല്ലാ അതിർത്തികളെയും ലംഘിക്കുന്ന, എല്ലാ ബൗണ്ടറികളെയും സംശയത്തോടു കൂടി നോക്കിക്കാണുന്ന, എല്ലാ നിർവചനങ്ങളെയും ചോദ്യം ചെയ്യുന്ന ഒന്നാണ് കവിത. കവിതയെ നിർവചിക്കുക എന്നുള്ളത് വളരെ ശ്രമകരമാണ്. കൂടുതൽ വിശദാംശങ്ങൾ ഇപ്പോൾ പറയാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ രണ്ടാമത്തെ പോയിന്റിലേക്ക് വരാം. രണ്ടാമത്തെ കാര്യം, വർത്തമാനകാല മലയാള കവിത അല്ലെങ്കിൽ ലോക കവിത എന്താണെന്നുള്ളതാണ്. അത് ഇത്രയേ ഉള്ളൂ. എനിക്ക് തോന്നുന്നത് ഒറ്റ വാചകത്തിൽ പറയുകയാണെങ്കിൽ പല രീതിയിൽ നമുക്ക് നോക്കിക്കാണാൻ പറ്റും. പക്ഷേ ഒരു ഒബ്സർവേഷൻ എന്ന നിലയിൽ പറയുകയാണെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് ആധുനികാനന്തര മലയാള കവിത എന്ന് പറയുന്നത് മനുഷ്യൻ എന്ന സാർവജനീനമായ സങ്കല്പത്തിലുള്ള അവിശ്വാസമോ അതിനെ ചോദ്യം ചെയ്യലോ ആണ് ഈ ആധുനികാനന്തര കവിത. ആധുനികത മുന്നോട്ട് വെച്ച ഒരു മനുഷ്യനുണ്ട്, ഒരു മനുഷ്യവാദമുണ്ട്. ഈ മനുഷ്യവാദം വാസ്തവത്തിൽ രാഷ്ട്രീയമായി നോക്കുമ്പോൾ യൂറോപ്പിലെ ഹെട്രോസെക്ഷലായ വെളുത്ത യൂറോപ്യൻ ആണിനെ സാർവജനീനവൽക്കരിക്കുകയും മറ്റെല്ലാത്തിനെയും പാർശ്വവൽക്കരിക്കുകയോ തമസ്കരിക്കുകയോ ചെയ്യുന്ന ഒരു മനുഷ്യ സങ്കല്പമാണ്. അവിടെ സ്ത്രീയില്ല, അവിടെ ബ്ലാക്സ് ഇല്ല, അവിടെ മൂന്നാം ലോകരാജ്യക്കാരില്ല. ഇതൊന്നുമല്ലാത്ത അധികാരമുള്ള യൂറോപ്യൻ ആൺ പുരുഷനാണ് മനുഷ്യനായി നിന്നിരുന്നത്. അവൻ ലോകസാഹിത്യവും ശാസ്ത്രവും എല്ലാ മേഖലകളിലും ഈ മനുഷ്യൻ്റെ ആധിപത്യമായിരുന്നു. അതല്ല, ഈ മനുഷ്യനെ അവിശ്വസിക്കേണ്ടതുണ്ട് എന്നുള്ള തിരിച്ചറിവാണ് വാസ്തവത്തിൽ പോസ്റ്റ് മോഡേൺ എന്ന് പറയുന്ന രാഷ്ട്രീയത്തിൻ്റെയും സംസ്കാര പഠന ശാഖകളുടെയും അടിസ്ഥാനപരമായ ഉള്ളടക്കം. കവിതയിൽ സംഭവിച്ചത് അതാണ്. പുതിയ ശബ്ദങ്ങൾ വന്നു തുടങ്ങുന്നു, സ്ത്രീകളുടെ ശബ്ദം കേൾക്കുന്നു, പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങളുടെ ശബ്ദം വരുന്നു, ട്രാൻസ്ജെൻഡറായ ആളുകൾ സംസാരിക്കുന്നു. അങ്ങനെ പ്രാദേശിക ഭാഷയിലൂടെ പുതിയ തരം ശബ്ദങ്ങൾ ഉയർന്നു വരുന്നു. കേരളത്തെ സംബന്ധിച്ച് പറയുന്നത് വരേണ്യമായ മലയാള ഭാഷയുടെ ഒരു ആധിപത്യത്തെ തകർക്കുന്ന രീതിയിൽ പല 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 ശബ്ദങ്ങൾ ഉയർന്നു വരുന്ന, നേരത്തെ സെഷനിൽ പറഞ്ഞ ബഹുസ്വരമായ ഒരു അന്തരീക്ഷം വന്നു എന്നുള്ളതാണ് കവിതയിലുണ്ടായ പ്രധാനപ്പെട്ട ഈ മാറ്റം. ഈ മാറ്റത്തിന് വളരെ പോസിറ്റീവായ കുറേ വശങ്ങളുണ്ട്. അങ്ങനെ അദൃശ്യരായ പലരും ദൃശ്യതയിലേക്ക് വരുന്നു. തമസ്കരിക്കപ്പെട്ട പല കാവ്യവഴികളും പൊതുധാരയിലേക്ക് വരുന്നു. ഇവിടെ തന്നെ നമുക്ക് നോക്കിയാൽ 2 പുരുഷന്മാരും 4 സ്ത്രീകളുമാണുള്ളത്. അപ്പോൾ ഭയങ്കര പോസിറ്റീവായ മാറ്റമാണ്. പക്ഷെ അതേസമയത്ത് ഇവിടെ ചില അപകടങ്ങളുണ്ട്. ഞാനൊന്ന് സമയം നോക്കട്ടെ. ഇങ്ങനെ ഞാൻ ആദ്യം പറഞ്ഞ നിർവചനത്തെ അപകടപ്പെടുത്തുന്ന ചില ഘടകങ്ങൾ ഇവിടെയുണ്ട്. അതായത് ഐഡൻറ്റിറ്റി ബേസ്ഡായ ഒരു കവിതാ ലോകമാണ് ഇപ്പം നമ്മുടെ മുന്നിലുള്ളത്. അപ്പോൾ സ്ത്രീകൾ സ്ത്രീപക്ഷ കവിത എഴുതുന്നു, ദളിത് ആയ ആളുകൾ ദളിത് പക്ഷ കവിതകൾ എഴുതുന്നു. ജോസഫ് മാഷാണ് ഇതിനെ ആദ്യമായി ആക്രമിക്കുന്നത്. ജോസഫ് മാഷ് പറഞ്ഞു, ഞാൻ ദളിത് കവിയല്ല, ഞാൻ പൊതുകവിയാണ്. അപ്പോൾ അദ്ദേഹത്തെ കുറേ ആളുകൾ ചീത്ത വിളിച്ചിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ എനിക്കും അത് അദ്ദേഹം പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല, ഞാനും ചീത്ത വിളിച്ചിരുന്നു. പക്ഷേ പിന്നീട് എനിക്ക് മനസ്സിലായ കാര്യം, നിങ്ങളൊരു ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് സ്ത്രീകൾ പൊതു സീറ്റുകളിൽ ഇരുന്നാൽ ആളുകൾ പറയും, അതാ നിങ്ങളുടെ സീറ്റ് അവിടെയാണെന്ന് പറയും. എന്ന് വെച്ചാൽ റിസർവ് ചെയ്യപ്പെട്ട സീറ്റുകളിൽ ഇരുന്നാൽ മതി എന്നുള്ളതാണ് ദളിത് കവിയോട്, ആദിവാസി കവിയോട്, ട്രാൻസ്ജെൻഡറായ കവിയോട് ഇവിടുത്തെ സവർണ വ്യവഹാരം പറയുന്നത്. വളരെ സൗകര്യമാണ്. പൊതുസ്ഥലം ഇപ്പോഴും ഞങ്ങളുടേതാണ്. ബസ്സിൽ സീറ്റ് എങ്ങനെയാണോ സ്ത്രീകൾക്ക് സംവരണം ചെയ്ത സീറ്റിലാണ് സ്ത്രീകൾ ഇരിക്കേണ്ടതെന്ന് പറയുന്നത് പോലെ ഒരർത്ഥത്തിൽ അവരുടെ സ്വത്വം അവർക്ക് തടസ്സമായി മാറുന്ന ഒരു സാഹചര്യം ഉണ്ട്. മാത്രമല്ല, മനുഷ്യജീവിതത്തിൻ്റെ സങ്കീർണതകൾ പരിചരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ സ്വത്വത്തെയും, ഈ പറഞ്ഞ അതിർത്തി ലംഘനം എന്ന് പറയുന്നത് ഈ സ്വത്വത്തെ സംബന്ധിച്ചും ബാധകമാണ്.
വളരെ കോംപ്ലിക്കേറ്റഡായ മനുഷ്യാവസ്ഥകളെ പരിചരിക്കുന്ന ഒരാൾക്ക് ഇതിനെയും ചോദ്യം ചെയ്യേണ്ടി വരും. അപ്പോൾ ഒരുപക്ഷെ ഈ ഐഡൻറ്റിറ്റി പൊളിറ്റിക്സ് ഭയങ്കര ധനാത്മകമായൊരു സംഗതിയാണെങ്കിൽ പോലും ആ രാഷ്ട്രീയം ഒരർത്ഥത്തിൽ നമ്മുടെ കാവ്യലോകത്തിൽ ഒരുതരം താരതമ്യേന ജഡത എന്ന് വിളിക്കാവുന്ന, താരതമ്യേന എന്ന് മാത്രമാണ് ഞാൻ പറയുന്നത്, അന്തരീക്ഷം ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നീട് വേണമെങ്കിൽ വിശദാംശങ്ങൾ പിന്നെ പറയാം. നമ്മൾ ഈ ക്ലാസ് റൂമിലൊക്കെ കവിത മാത്രമല്ല സാഹിത്യ സിദ്ധാന്തങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ രണ്ട് തരത്തിലുള്ള സാഹിത്യ സിദ്ധാന്തങ്ങളാണ് ഞങ്ങളെ കാലത്തൊക്കെ ഞങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് പാശ്ചാത്യ സാഹിത്യ സിദ്ധാന്തവും രണ്ടാമത്തെ പൗരസ്ത്യ സാഹിത്യ സിദ്ധാന്തവും. ഇപ്പോൾ അത് കുറച്ചുകൂടി മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾ യൂണിവേഴ്സിറ്റിയിലൊക്കെ പാശ്ചാത്യ സാഹിത്യ സിദ്ധാന്തം എന്നുള്ളത് പാശ്ചാത്യേതര സാഹിത്യ സിദ്ധാന്തങ്ങൾ എന്നുള്ള രീതിയിൽ മാറ്റി. ഇപ്പോൾ ഷാജു നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ യൂറോപ്യൻ ചിന്ത ആണ് ഈ പാശ്ചാത്യ ചിന്ത എന്നതിൽ നിന്ന് മാറിയിട്ട് അതിന് ആഫ്രിക്കൻ, ലാറ്റിൻ അമേരിക്കൻ അങ്ങനെയൊക്കെയുള്ള സംഗതികളുണ്ട്. അതേപോലെ തന്നെ ഇന്ത്യക്കകത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ത്യയിലും രണ്ട് തരത്തിലുള്ള ഈ സൗന്ദര്യാത്മകമായ അന്വേഷണങ്ങൾ നടന്നിട്ടുണ്ട്. അതിൽ ഒന്ന് സംസ്കൃതത്തിൻ്റെ പാരമ്പര്യത്തിലുള്ളതാണ്, മറ്റേത് ദക്ഷിണേന്ത്യൻ കാവ്യ പാരമ്പര്യമാണ്. ഞാൻ നമ്മുടെ പൂജ ടീച്ചറിലേക്കാണ് വരുന്നത്. ടീച്ചർ സംസ്കൃത ഡിപ്പാർട്ട്മെൻറ്റിൽ പ്രവർത്തിക്കുകയും സംസ്കൃത ഡിപ്പാർട്ട്മെൻറ്റിലെ പ്രൊഫസറാണ് ടീച്ചർ. അതേസമയം മലയാളത്തിൽ ധാരാളമായിട്ട് കവിത എഴുതുകയും ചെയ്യുന്ന ഒരു അധ്യാപികയാണ്, ഒരു കവിയാണ്. എന്താണ് ടീച്ചർക്ക് നമ്മൾക്ക് ഈ പുതിയ കാലത്തെ കവിതയെ സംബന്ധിച്ച്, കവിതയുടെ സമീപനത്തെ സംബന്ധിച്ചൊക്കെ എന്താണ് ടീച്ചർക്ക് പറയാനുള്ളതെന്ന് നമുക്ക് കേൾക്കാം. നമ്മളെ പാശ്ചാത്യ പൗരസ്ത്യം പറയുമ്പോൾ നമ്മൾ ആദ്യം പൗരസ്ത്യത്തിൽ പറഞ്ഞ ഞാൻ ഋഷി കവിരിത്യുച്ചതേ കവിശ്ച കില ദർശനാത് എന്ന് ഒരു വലിയൊരു കാര്യം പഴയ ആചാര്യന്മാർ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ കവിതയെക്കുറിച്ച് പറയുമ്പോൾ അതിന് അതിർത്തിയില്ല, അതിരുകൾക്ക് അപ്പുറം എന്ന് പറയുമ്പോൾ എന്താണ്, അപാരേ കാവ്യ സംസാരേ കവിരേവ പ്രജാപതി യഥാസ്മി രോചതേ വിശ്വം തദേതം പരിവർത്തതേ എന്നാണ്. നമുക്ക് നമ്മളുടെ ഒരു ബ്രഹ്മാവ് എങ്ങനെയാണ് സൃഷ്ടി നടത്തുന്നത്, അതുപോലെ നമുക്ക് എന്താണ് കാവ്യപ്രപഞ്ചത്തെ സ്വന്തം ഇഷ്ടാനുസരണം എഴുതാൻ, നിയമങ്ങൾക്ക് അതീതമായി എഴുതാൻ പറ്റും എന്നാണ് പഴയ ആൾക്കാർ പറയുന്നത്. ഇതിലേക്ക് വരുമ്പോൾ നമുക്ക് പുതിയ കവിതയിലേക്ക് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നത് പുതിയ യുവ തലമുറ കവിതകളിലും പുതിയ ആശയങ്ങൾ, പുതിയ ചിന്തകൾ, അതുപോലെ മിനിമലിസ്റ്റ് സ്റ്റൈല്, അതുപോലെ സ്പോക്കൺ വേർഡ് റിതം പോലെയുള്ള കുറേ ആശയങ്ങൾ, അതുപോലെ എന്താണ് പുതിയ തലമുറ വരുമ്പോൾ ഇപ്പോൾ ഈ ഓൺലൈൻ ഓഫ്ലൈൻ പരിപാടികൾ, അതുപോലെ എമർജിങ് പോയട്രി പോലുള്ള സംഭവങ്ങൾ, ഇങ്ങനെ പുതിയ ട്രെൻഡ്സ് യുവതലമുറയെ ഒരുപാട് ആകർഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമായി തോന്നുന്നത് നമ്മൾ ഏത് കവിതയായാലും, ഇപ്പോൾ ഇനി മൈക്രോ പോയട്രി ആയാലും അതുപോലെയുള്ള എന്താ പറയുക ടിക്ടോക്ക് പോലെയുള്ള അതൊക്കെ തന്നെ നമ്മളെന്താണ് കവിതയെ വളരെ ജനകീയവത്കരിക്കാൻ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പഴയ പറഞ്ഞ കാര്യങ്ങൾ ദാർശനികത വേണം, അതുപോലെ തന്നെ പുതിയതിലേക്ക് വരുമ്പോഴേക്കും അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്തി അത് എല്ലാവർക്കും സംവേദനക്ഷമമാക്കി അട്രാക്റ്റീവായ രീതിയിലേക്ക് ഉള്ള ഒരു മാറ്റമാണ് ഇപ്പോഴത്തെ പുതിയ കവിതകളിൽ നമ്മൾ കാണാൻ പറ്റുന്നത്. പിന്നെ സാർ പറഞ്ഞ പോലെ പുതിയ കവിതകൾ എന്ന് പറഞ്ഞാൽ കുറേ ആൾക്കാർ എഴുതുന്നു, കുറേ പേര് ശ്രദ്ധിക്കുന്നില്ല. അത് കുറേ പറയുമ്പോൾ ഓരോരുത്തരും ഒരു ഗ്രൂപ്പാണ്, കവികളുടെ ഒക്കെ ഒരു ഗ്രൂപ്പാണ്. ഒരാൾക്ക് ഒരാളെ അറിയില്ല, പിന്നെ കുറേ എഴുതുമ്പോൾ ശ്രദ്ധിക്കില്ല. അത് കുറേ വരുന്നത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ വരുമ്പോഴാണ് ഒരുപാട് ആൾക്കാർ അത് ശ്രദ്ധിക്കുന്നതെന്നാണ്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിതൊരു എന്താ പറയുക, എനിക്ക് കുറച്ച് എഴുത്ത്, കുറച്ച് യാത്ര, കുറച്ച് സംഗീതം, കുറച്ച് വായന, അങ്ങനെ രീതിയിൽ പോകുമ്പോൾ ഇടയ്ക്ക് മാത്രം എഴുതുന്ന ഒരു രീതിയായിട്ടാണ് ഇത് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിൽ മാത്രം നിന്ന് പോകുന്നൊന്നല്ല. പക്ഷേ എൻ്റെ കവിതകളെല്ലാം നല്ലതെന്നൊന്നും നമുക്ക് പറയാനില്ല. ഏതായാലും ഒരു പുസ്തകം ഉണ്ട്, അത് എന്താ വെച്ചാൽ എന്താ പറയുക, സ്ത്രീപക്ഷ ചിന്ത എന്ന രീതിയിൽ പൊതു വിലയിരുത്താലും അങ്ങനെയുള്ള കാര്യങ്ങളല്ല, സമൂഹത്തിൻ്റെ ചിത്രണങ്ങളാണ് കവിതയിൽ അവതരിപ്പിച്ചത്. അതുകൊണ്ട് കൂടുതലും നമ്മൾ സ്ത്രീകളുടെ കാര്യങ്ങൾ നമ്മൾ അതിൽ പറയേണ്ടി വന്നിട്ടുണ്ട്. ഞാൻ അടുത്തത് രഗില സജിയിലേക്കാണ് നമ്മുടെ ഈ സംവാദത്തിൻ്റെ തുടർച്ച പ്രതീക്ഷിക്കുന്നത്. പിന്നെ രഗിലയുടെ കവിതകൾ ഈ പറഞ്ഞ പോലെ തന്നെ രഗിലയുടെ കവിതകൾ സോഷ്യൽ മീഡിയയിൽ വായിച്ചിട്ടാണ് രഗിലയുടെ കവിതയൊക്കെ നമ്മൾ പരിചയപ്പെടുന്നത്. രഗിലയുടെ കവിതകളുടെ ഒരു പ്രത്യേകത സമ്പന്നമായ ഇമേജറികളാണ്, അതിമനോഹരമായ നല്ല ഭംഗിയുള്ളത്, അതേസമയം തന്നെ കുറുക്കിക്കൊള്ളുന്ന ഇമേജറികളിലൂടെയാണ് ഈ രഗിലയുടെ കവിത മുന്നോട്ട് പോകുന്നത്. ഞാനത് പലപ്പോഴും രഗിലയോട് തന്നെ നേരിട്ട് സംസാരിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഇത്ര ഡെപ്തുള്ള ഇമേജറികൾ കിട്ടുന്നത്, യത്ന ലളിതമായി അത് ഉപയോഗിക്കാൻ പറ്റുന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്.
രഗിലക്ക് എന്താണ് എനിക്ക് രഗിലോട് ചോദിക്കാനുള്ളത്, ഈ കവിതയെക്കുറിച്ച് പറയാം, അതോടൊപ്പം തന്നെ എനിക്ക് ചോദിക്കാനുള്ളൊരു ചോദ്യം എന്നുള്ള രീതിയിൽ ചോദിക്കാനുള്ളൊരു കാര്യം, ഈ കവിതയിൽ ഇടപെടുന്നത് ഏത് രീതിയിലാണ് ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ? നമുക്ക് പലതരത്തിലുള്ള വ്യക്തിത്വമുള്ള ആൾക്കാരാണല്ലോ. നമുക്കൊരു തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടൊരു വ്യക്തിത്വമുണ്ട്, നമ്മുടെ ഒരു കുടുംബവുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു വ്യക്തിത്വമുണ്ട്, പിന്നെ നമ്മുടെ തന്നെ ഒരു ആത്മമുണ്ട്. ഇതിനെയൊക്കെ ഈ കവിത എന്ന് പറയുന്നൊരു പ്രക്രിയയിലൂടെ കടന്നു പോകുന്ന സമയത്ത് എങ്ങനെയാണ് ഇതിനൊക്കെ അത് സഹായകമാവുകയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ആ തരത്തിലുള്ളൊരു കമൻ്റാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നമസ്കാരം. കവിതയിൽ ഇടപെടുന്നത് ഏത് തരത്തിലാണെന്നാണ് ലത്തീഫ് മാഷ് ചോദിച്ച ചോദ്യം. ഏകദേശം 10 വർഷത്തോളമായിട്ട് അതിന് മുന്നേ എഴുതിയ കവിതകളൊന്നും സ്വയം തന്നെ അത്ര സീരിയസ് ആയി കവിതയെ കണ്ടിരുന്നില്ല എന്നുള്ളതാണ് സത്യം. പിന്നീട് വായന, അനുഭവം, യാത്ര, ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളിലൂടെ ആയിരിക്കണം ഈ മേജറികളൊക്കെ രൂപപ്പെട്ടു വന്നത്. മനഃപൂർവ്വമായിട്ട് ചിലപ്പോൾ ചില ശ്രമങ്ങൾ നമ്മൾ ഒരിക്കൽ എഴുതി കഴിഞ്ഞ കവിതയെ വീണ്ടും വായിക്കുമ്പോൾ അത് അവിടെ ഏറ്റവും ആപ്റ്റായ വേറൊരു ഇമേജറി കിട്ടാൻ വേണ്ടി മനഃപൂർവ്വമായിട്ടുള്ള ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കവിതയിൽ എനിക്ക് തോന്നുന്നു ഇവിടെ ഇരിക്കുന്ന പലരും അക്കാഡമീഷ്യൻസാണ്. ഞാൻ എൻ്റെ സബ്ജക്റ്റ് ഇംഗ്ലീഷാണ്. ഞാൻ ഇംഗ്ലീഷ് കവിതയുമായിട്ടാണ് അക്കാഡമിക്കലി കൂടുതൽ ബന്ധപ്പെടുന്നത്. കവിത എഴുതുമ്പോൾ എനിക്ക് കിട്ടുന്നത്, ഞാൻ കവിതയിൽ ഇടപെടുന്ന വ്യക്തി എന്ന് പറയുന്നത് കവിയായിട്ടല്ല ഞാൻ കവിതയെ സമീപിക്കുന്നത് എന്നാണ് എനിക്ക് എൻ്റെ കവിതയെ തന്നെ ഇരുന്ന് വായിക്കുമ്പോൾ തോന്നിയിട്ടുള്ളത്. കാരണം കവിയായിട്ട് എൻ്റെ കവിതയിൽ ഇടപെടുമ്പോൾ, ആരുടെ കവിതയിൽ ഇടപെടുമ്പോഴും അതിൽ കുറേ ലിമിറ്റേഷൻസ് ഉള്ളതായിട്ടാണ് പൊതുവെ തോന്നാറുള്ളത്. നമ്മുടെ അനുഭവങ്ങൾ നേരിട്ടുള്ള അനുഭവങ്ങളായിരിക്കണമെന്നില്ല. പിന്നെ ആത്യന്തികമായിട്ട് കവിത തരുന്ന ഒരു സന്തോഷമുണ്ട്, ഒരു ആനന്ദം. ആ ആനന്ദത്തിന് ഒരു എക്സ്റ്റസി എന്നൊക്കെ പറയുന്ന നമ്മുടെ ആ ആനന്ദം, ആ അനുഭൂതി തന്നെയാണ് കവിതയിൽ നിരന്തരം ഇടപെടാൻ എന്നെ ഒരു വ്യക്തി എന്ന തരത്തിൽ പ്രേരിപ്പിക്കുന്നത്. അത് സ്വന്തം കവിതയിൽ മാത്രമല്ല, മറ്റ് പല കവിതകളിലും. ഇപ്പോൾ പുതുതായിട്ട് എഴുതുന്ന പുതിയ കാലത്തെ കവിതകളെയൊക്കെ വളരെ താല്പര്യത്തോടു കൂടി വളരെ സീരിയസ് ആയിട്ട് വായിക്കാറുണ്ട്. നിരന്തര വായന പലപ്പോഴും സാധിക്കാറില്ല. എങ്കിലും പുതിയ കവിതകളെയൊക്കെ നമുക്കൊരു സ്നേഹത്തോടെയുള്ള സമീപനമാണ് പലപ്പോഴും എല്ലാ കവികളോടും എല്ലാ കവിതയോടും ഉണ്ടാവാറുള്ളത്. അപ്പോൾ കവിത എഴുതുമ്പോൾ കിട്ടുന്ന സന്തോഷം, ആ കവിത വേറൊരാൾ വായിച്ചിട്ട് അത് നല്ലതോ ചീത്തയോ അയാൾ പറയുന്ന അത് ക്രിറ്റിസിസം ആവാൻ ചിലപ്പോൾ അത് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സന്തോഷമാണ്. കാരണം കവിതയ്ക്ക് അതിരുകളില്ലാത്തൊരു തരം സഞ്ചാരം കവിത നടത്തുമ്പോൾ നമ്മൾ നമ്മുടെ കവിതയുടെ സന്തോഷത്തിൽ ഒതുങ്ങിക്കൂടുക എന്നുള്ളത് വളരെ ലിമിറ്റഡ് ആണ്. പക്ഷേ പലപ്പോഴും എനിക്ക് സാധ്യമാവുന്നത് ഈ ലിമിറ്റഡ് സന്തോഷത്തിൻ്റെ ഉള്ളിലുള്ള കവിതയാണ് പലപ്പോഴും സംഭവിക്കാറുള്ളതും. ചിലപ്പോൾ അത് എഴുതി കഴിഞ്ഞാൽ നമ്മൾ മറന്നുപോയി ഒരുപാട് കാലങ്ങൾക്ക് ശേഷമൊക്കെ ആയിരിക്കും ഏതെങ്കിലും ഒരു കവിത വായിച്ചിട്ട് ഒരാൾ ഒരു അഭിപ്രായം, അല്ലെങ്കിൽ ഇത് എന്തിനിങ്ങനെ ചെയ്തു, അല്ലെങ്കിൽ ഇത് കൊള്ളാം, ഈ വാക്കുകൾ ആവർത്തിക്കുന്നു എന്നൊക്കെയുള്ള അഭിപ്രായങ്ങൾ വരുന്നത്. അപ്പോൾ വ്യക്തിപരമായിട്ട് ഞാൻ കവിതയിൽ ഈ സന്തോഷം അല്ലെങ്കിൽ ഈ തരത്തിലുള്ളൊരു എക്സ്റ്റസി ആണ് കവിതയിൽ നിന്ന് എനിക്ക് കിട്ടുന്നത്. അതുതന്നെയാണ് പുതിയ കവിത വായിക്കാനും സ്വയം കവിത എഴുതാനുമുള്ള ഒരു നൂലായി മാറുന്നത് എന്നാണ് തോന്നുന്നത്. ഇനി നമ്മളോട് സംസാരിക്കാനുള്ള 2 പേരുണ്ട്. എല്ലാവരും ഒരു റൗണ്ട് ആയി. ഇനി വിനു നീലേരിയും പിന്നെ ജെയർ ജ്യോതിലക്ഷ്മിയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവരുടെ 2 പേരുടെയും കാവ്യലോകത്തെ സംബന്ധിച്ച് എനിക്കൊരു പരിചയമില്ല. അതുകൊണ്ട് കവിതയെ സംബന്ധിച്ച്, കവിതയോടുള്ള സമീപനത്തെ സംബന്ധിച്ച് ഒക്കെ വിനു നീലേരിയും ജെയർ ജ്യോതിലക്ഷ്മിയും പറയുന്നത് വലിയ താല്പര്യത്തോടു കൂടി ഞാൻ കാത്തിരിക്കുകയാണ്. ആദ്യമായി വിനു നീലേരിയെ സംസാരിക്കാൻ ക്ഷണിക്കുന്നു. നമസ്കാരം. ഒറ്റ വാക്കുകൊണ്ടോ കുറച്ച് വാക്യങ്ങളെ കൊണ്ടോ നിർവചിക്കാൻ പറ്റുന്ന ഒന്നല്ല കവിത എന്നാണ് എൻ്റെ ആദ്യത്തെ ഒരു അഭിപ്രായം. അമ്മയല്ല ആദ്യം ജനിക്കുന്നത്, കുഞ്ഞു പിറന്നതിന് ശേഷമാണ് ആ സ്ത്രീ അമ്മയാകുന്നത്. അതുപോലെയാണ് കവിയല്ല ആദ്യം ജനിക്കുന്നത്,
കവിത ജനിച്ചതിന് ശേഷമാണ് കവി പിറക്കുന്നത്. ഒരു കവിത ജനിക്കണമെങ്കിൽ ഒരമ്മ തൻ്റെ ഗർഭപാത്രത്തിൽ 9 മാസവും 7 ദിവസവും ആ കുഞ്ഞിന് വേണ്ടി എന്തെല്ലാം ത്യാഗങ്ങൾ സഹിക്കുന്നുണ്ടോ, അതുപോലെയാണ് ഒരു കവി ഒരു കവിതയ്ക്ക് വേണ്ടി ത്യാഗം സഹിക്കുന്നത് എന്നാണ് എൻ്റെ മതം. എൻ്റെ രചനയെക്കുറിച്ച് എനിക്ക് തോന്നുന്നു ഇവിടെ ഇരിക്കുന്ന ആർക്കും വലിയ ഒരു വിവരവുമില്ല. 40-40 വർഷമായി ഞാൻ ചുരുങ്ങിയത് കേട്ടോ കവിത എഴുതാൻ തുടങ്ങിയിട്ട്. 8ാം ക്ലാസ് മുതലാണ് കവിത എഴുതാൻ തുടങ്ങിയത്. കഥയായിരുന്നു 6ാം ക്ലാസ്സിൽ നിന്ന് ആദ്യം പബ്ലിഷ് ചെയ്ത് വന്നത്. പക്ഷേ എൻ്റെ കവിതയ്ക്ക് ഒരു താളം, ഒരു ലയം, ഒരു ഭാവം, ചിന്ത, ഇതെല്ലാം കൂടെ കൂട്ടിക്കുഴച്ച് അവിയലും സാമ്പാറും പുളിയിഞ്ചിയും പപ്പടവും എല്ലാം കൂട്ടിക്കുഴച്ച് കഴിക്കുന്ന ഒരു ഉരുള അച്ഛൻ സംസ്കൃതത്തിലൂടെ തന്നതുകൊണ്ടാണ് എന്നിൽ കവിത പിറക്കുന്നത് എന്ന ഒരു വിശ്വാസം, ഒരു ഉറച്ച വിശ്വാസമാണ് എനിക്കുള്ളത്. അപ്പോൾ എൻ്റെ കവിത ഇവിടെ ആർക്കും അറിയില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ അതേ വർഗത്തിൽപ്പെട്ട എൻ്റെ സഹോദരിമാർക്ക് വേണ്ടി കാത്തിരിക്കാം എന്നൊരു കവിത എഴുതിയിട്ടുണ്ടായിരുന്നു. അതിലെ കുറച്ച് വരി ഞാനിപ്പോൾ ഇവിടെ കേൾപ്പിക്കാം. മകളെ കരയേണ്ട, കണ്ണീർ തുടയ്ക്കോ, ഇതു ലോകം പുതുലോകം മുക്തിപൂക്കും കാലം. ഇവിടെ നിൻമിഴിനീർ പൂത്തുലഞ്ഞിടും നിത്യവസന്തത്തിൻ കാടുപൂക്കും. സഹനത്തിൻ പട്ടുചേല നീ ചുറ്റിയില്ലേ, ക്ഷമഹാരം മെല്ലെ മാറിലണിഞ്ഞില്ലേ, വാത്സല്യപ്പാലാഴി ഒഴുക്കിയില്ലേ, സ്നേഹത്തിൻ നിറക്കൂട്ട് ചാലിച്ചില്ലേ. എന്നിട്ടും പാഴ്വാക്കു കൊണ്ടെന്നും നിൻഹത്ത് കീറി മുറിച്ചതില്ലേ, അരുതെന്നു പോലും പറയാൻ കഴിയാതെ നീറിപ്പിടഞ്ഞില്ലേ മനതാരാകെ. കരുതലിൻ കാവലായി തേരാളിയായെന്ന് വിരൽ ചേർത്ത് ഒന്നാകെ രക്ഷിച്ചില്ലേ, ഒരു വംശജ്യോതി പടർത്തിയില്ലേ, ഊഴിയിൽ കൈകേയി നീ എവിടെ, ഊർമിളായിനിയും പിറക്കണം ഇവിടെ. ദ്രൗപദി എവിടെ നീ, കരളിലെരിയും കനലുമായി ആർത്തട്ടഹസിച്ചു മതിച്ചു കൂത്താടും ദുശാസനമാറു പിളർത്തമ്മാനമാടാൻ. വരിക വരിക ഇവിടെ ഞാൻ കാത്തിരിക്കാം, വരിക വരിക ഇവിടെ ഞാൻ കാത്തിരിക്കാം. പ്രിയപ്പെട്ട യുവതലമുറകളെ, നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ ചിന്തയ്ക്ക് വേണ്ടി, നിങ്ങളുടെ കാഴ്ചപ്പാടിനു വേണ്ടി പുതിയ പുതിയ പിറക്കുന്നത് പോലെയുള്ള പുതിയ പുതിയ കവിതകൾ പിറന്ന് വലിയ വലിയ കവികളായി മാറട്ടെ എന്നുള്ള ആശംസ കൂടിയാണ് എനിക്ക് ഈ അവസരത്തിൽ തരാനുള്ളത്. ഞാനൊരു ഹിന്ദി വിദ്യാലയത്തിലെ പ്രിൻസിപ്പളായിരുന്നു.
എൻ്റെ വിഷയം ഹിന്ദിയാണ്. ആകാശവാണിയിൽ ധാരാളം ഹിന്ദി കവിതകളും കഥകളും ഞാനിപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുന്നു. മലയാളം ഹിന്ദി വിനു ഒഡുംബ്ര എന്ന പേരിലും മലയാളം വിനു നീലേരി എന്ന പേരിലുമാണ് 3 കവിതാ സമാഹാരങ്ങൾ, തിരകൾ 1ഉം 2ഉം, കനൽ മഴ എന്ന ഇപ്പം കഴിഞ്ഞ 2 മാസം മുമ്പേ പബ്ലിഷ് ചെയ്ത ഒരു പുസ്തകവും, അതുകൂടാതെ ഒരു ചരിത്ര പുസ്തകവും എഴുതിയിട്ടുണ്ട്, ഓർമ്മക്കനലുകൾ എന്ന. ഇപ്പോൾ ഒരു നോവലിൻ്റെ ചിട്ടയിലാണ്. പക്ഷേ കവിക്ക് ഈ ലോകത്തൊരിക്കലും മരിക്കാൻ കഴിയില്ല. മനുഷ്യ മനസ്സുകളിൽ ഹൃദയമുള്ളിടത്തോളം, ഭാവമുള്ളിടത്തോളം, സങ്കല്പമുള്ളിടത്തോളം എന്ന അഭിപ്രായത്തിൽ ഞാൻ എൻ്റെ വാക്കിവിടെ നിർത്തട്ടെ. അടുത്തത് JR ജ്യോതിലക്ഷ്മി. നമസ്കാരം പ്രിയപ്പെട്ടവരെ. ആദ്യമേ ഞാൻ എൻ്റെ സന്തോഷം നിങ്ങളോട് പറയുകയാണ്. അതായത് എഴുതി തെളിഞ്ഞ പ്രിയപ്പെട്ട കവികളോടൊപ്പം എഴുതി തുടങ്ങുന്ന, അല്ലെങ്കിൽ ഒരുപക്ഷേ എഴുതി കഴിഞ്ഞവർ തന്നെയായ സഹൃദയരായ നിങ്ങളോടൊപ്പം ഈ വേദിയിൽ ഇരിക്കാൻ കഴിഞ്ഞതിൽ ഞാൻ എൻ്റെ സന്തോഷം അറിയിക്കുകയാണ്. എന്നെക്കുറിച്ചും നിങ്ങൾക്ക് ആർക്കും അറിയില്ല. ഞാനും സോഷ്യൽ മീഡിയയിൽ കൂടെയാണ് എഴുതി വന്നത്. ഇപ്പോൾ 3 പുസ്തകമുണ്ടെങ്കിലും എനിക്കും എൻ്റെ കവിതയെപ്പറ്റി, ഞാൻ തന്നെ എൻ്റെ കവിതയെപ്പറ്റി എന്താണ് പറയുക, ഒരിക്കൽ ഒരു 2 വർഷം മുന്നേ ഞാനൊരു കവിതാ ശില്പശാലയിൽ പങ്കെടുത്തു. ആ ഒരനുഭവം അതുവരെ ഞാനൊരു പുസ്തകം സമാഹാരമാക്കാനായിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പുകളും കൊണ്ടിരുന്നൊരു സമയത്താണ് ആ ഒരു പരിപാടിയിൽ പങ്കെടുത്തത്. അതിൽ പങ്കെടുത്തപ്പോൾ എനിക്ക് തോന്നി ഈ കവിതയൊന്നും പുസ്തകമാക്കാനായിട്ടില്ല, ഞാൻ ഇനിയും വളരേണ്ടിയിരിക്കുന്നു എന്ന്. അത് ഞാൻ അവിടെ വെച്ചു. പക്ഷേ ഒരു പുസ്തകം ആയി അടയാളപ്പെടുക എന്നത് എൻ്റെ ഒരു വലിയ ആഗ്രഹമായതുകൊണ്ട് ഞാനൊരു കുട്ടികൾക്കുള്ളൊരു കവിതാ സമാഹാരം ഒരു 2 ആഴ്ച കൊണ്ട് എഴുതി തയ്യാറാക്കി അത് പുസ്തകമാക്കി. ഫസ്റ്റ് അതൊരു എല്ലാവരും വാങ്ങുകയും വായിക്കുകയും ഒക്കെ ചെയ്തൊരു പുസ്തകമാണ്. അതിലെനിക്ക് വളരെ ആത്മസംതൃപ്തിയുണ്ട്. ആ പുസ്തകത്തിൻ്റെ പ്രകാശനം ചെയ്തത് കൽപ്പറ്റ നാരായണ മാഷായിരുന്നു. അദ്ദേഹം അന്ന് സോഷ്യൽ മീഡിയയിലുള്ള കവികളെ പറ്റി പറഞ്ഞ കൂട്ടത്തിൽ സാറിനെ പറ്റി, ഷൈജു വിവിയെ പറ്റി പറഞ്ഞു. ഇപ്പോൾ ഫേസ്ബുക്കിൽ നല്ല കവിത എഴുതുന്ന ഒരാൾ ഇദ്ദേഹമാണെന്ന് പറഞ്ഞു. എനിക്ക് ഇദ്ദേഹത്തിൻ്റെ കവിതകളെ പറ്റി അറിയില്ലായിരുന്നു. അങ്ങനെ ഞാൻ തെരഞ്ഞു പിടിച്ച് കവിത വായിച്ചിട്ടുണ്ട്. അതുപോലെ എൻ്റെ ഒരു സുഹൃത്തുണ്ട്, ഒരു സൈക്കിൾ, പുള്ളിയാണ് സാറിൻ്റെ കുറച്ച് കവിതകളൊക്കെ എനിക്കിട്ട് തന്നത്. അപ്പം അങ്ങനെയുള്ള ഒരാളെ ഇവിടെ കാണാൻ കഴിഞ്ഞതിലും സന്തോഷം. പിന്നീട് ഞാൻ എഴുതി വെച്ച കവിതകളെല്ലാം വീണ്ടും വീണ്ടും മിനുക്കി തുടച്ച് എന്ന് പറഞ്ഞ പോലെ അത് ഒരു പുസ്തകമാക്കി 3ാമതും ഒരു പുസ്തകം ചെയ്തു. കവിത എല്ലാവരും പറയും കവിത വേണ്ട, കഥയാക്കൂ, കവിത വേണ്ട എന്നൊരു അഭിപ്രായം പലരും പറയാറുണ്ടെങ്കിലും എന്നെ സംബന്ധിച്ച് എനിക്ക് കവിത എഴുതാതിരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അത് കവിതയാണോ എന്ന് നിങ്ങൾ ചിലപ്പം ആർക്കെങ്കിലും ചോദ്യം ഉണ്ടെങ്കിലും അതെൻ്റെ വിഷയമേ അല്ല. എനിക്ക് എഴുതണം, അത് ഞാൻ തിരുത്താൻ തയ്യാറാണ്. നമുക്കൊരു കുഞ്ഞുണ്ടായാൽ ആ കുട്ടീനെ നമ്മൾ എങ്ങനെയൊക്കെ ഒരുക്കും, അതുപോലെ തന്നെ എൻ്റെ രചനകളെ ഞാൻ വീണ്ടും വീണ്ടും ഒരുക്കാറുണ്ട്. എന്ന് വെച്ചിട്ട് ഞാൻ എഴുതാതിരിക്കില്ല, എഴുതിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സ്നേഹാശംസകൾ അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. ഇപ്പം പറഞ്ഞു കഴിഞ്ഞല്ലോ കവിത എന്താണ്, കവിതയെക്കുറിച്ച് എന്ത് എന്നുള്ളതൊക്കെ. സന്തോഷം, നന്ദി. നമുക്ക് ഷാജു ബിവിയിലേക്ക് തന്നെ തിരിച്ചു വരാൻ തോന്നുന്നു. നമുക്ക് കുറച്ച് സമയം കൂടി ഉണ്ട്. ഷാജുവിൻ്റെ 2 കവിതകൾ ഞാൻ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട്. അത് എനിക്ക് നന്നായി ഇംഗ്ലീഷ് അറിയുന്നത് കൊണ്ടൊന്നും അല്ല അത് വിവർത്തനം ചെയ്തത്. അത് നിർബന്ധമായും കേരളത്തിന് പുറത്തുള്ള നമ്മളെ കുറച്ച് സുഹൃത്തുക്കളെങ്കിലും വായിക്കണം എന്ന എന്താ പറയുക ഒരു ബോധ്യത്തിലാണ് അതങ്ങനെ ചെയ്തിട്ടുള്ളത്. അതിലൊരു കവിത ഷാജു കാശ്മീരിനെ കുറിച്ച് എഴുതിയൊരു കവിതയാണ്. 2ാമത്തെ കവിത ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഷാജു എഴുതിയിട്ടുള്ള പിന്നെ ഗാസയിലെ വയലിൻ പണിക്കാരൻ എന്ന് പറയുന്നൊരു കവിതയാണ്. ഗാസയിലെ വയലിൻ പണിക്കാരൻ എന്ന് പറയുന്ന കവിത എനിക്ക് തോന്നുന്നു 1-2 ദിവസങ്ങൾക്കുള്ളിൽ 3-4 പേരൊക്കെ അത് വിവർത്തനം ചെയ്തിട്ടുണ്ട് എന്നാണ്. വേറെ ആരെങ്കിലും ആ കവിത വായിച്ചിട്ട് ഈ കേരളത്തിന് പുറത്തുള്ള നമ്മുടെ കുറച്ച് സുഹൃത്തുക്കളുണ്ടല്ലോ, അവർക്കൊക്കെ എത്തേണ്ടതുണ്ട്, ഇത് ലോകം മുഴുവൻ എത്തേണ്ടതുണ്ട് എന്ന ഒരു തോന്നലിൽ നിന്നാണ് എല്ലാവരും ആ കവിത പലതരത്തിൽ അവതരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. എനിക്ക് ഷാജുവിനോട് ചോദിക്കാനുള്ളൊരു കാര്യം, നമ്മളിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു 3ാം ലോക യുദ്ധത്തിൻ്റെ നിഴലിലാണുള്ളത്.
സത്യത്തിൽ അത് ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് തോന്നുന്നു. കുറച്ചു കാലം കഴിഞ്ഞ ഒരു 4-5 അല്ലെങ്കിൽ 10 വർഷമൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ കടന്നു പോകുന്ന ഈ 2022 മുതലുള്ള ഒരു കാലത്തെ കുറിച്ച് പറയുന്ന സമയത്ത് 3-ാം ലോക മഹായുദ്ധത്തിൻ്റെ ആരംഭ വർഷങ്ങളെന്ന് ഒരുപക്ഷെ പറഞ്ഞേക്കാൻ സാധ്യതയുണ്ട്. ഈ മനുഷ്യർ പൊടുന്നനെ ഇല്ലാതാവുന്ന, ജനതകൾ ഇല്ലാതായി പോകുന്ന, രാജ്യങ്ങൾ ഇല്ലാതായി പോകുന്ന സ്ഥിതിയാണ് നമ്മൾ കാണുന്നത്. ഇങ്ങനെ ചില രാജ്യങ്ങളുടെ ഭരണാധികാരികളെ വേറെ ചില ആൾക്കാർ കൊണ്ടുപോകുന്നു, നിങ്ങളുടെ രാജ്യം ഞങ്ങൾക്ക് വിൽക്കൂ എന്ന് പറയുന്നു. ആ രീതിയിൽ ഈ മനുഷ്യൻ്റെ അന്തസ്സ് ഇങ്ങനെ ഇടിഞ്ഞു പോകുന്നു. മനുഷ്യനെന്ന് പറയുന്ന മനുഷ്യൻ്റെ ഈ സാമൂഹികമായ നിലനിൽപ്പൊക്കെ അപകടത്തിലാവുന്ന, ശാരീരികമായ നിലനിൽപ്പ് പോലും വലിയ രീതിയിൽ അപകടത്തിലാവുന്ന ഈ ഒരു കാലത്ത് ഇത്തരം കാര്യങ്ങളിൽ വലിയ കൺസേൺ ഉള്ള ഷാജു എങ്ങനെയാണ് കവിത കൊണ്ട് നമുക്കിതിൽ എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് ഷാജു വിചാരിക്കുന്നത്? അതെനിക്ക് തോന്നുന്നു കുഴപ്പം പിടിച്ചൊരു ചോദ്യമാണ്. കവിത കൊണ്ട് വാസ്തവത്തിൽ ഈ പറയുന്ന ഈ സങ്കീർണമായ ഈ ലോകത്തിൽ അതിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുന്ന ഒരു മാധ്യമമാണ് കവിത എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ അതേ സമയത്ത് ഒരു സാംസ്കാരിക അന്തരീക്ഷം ഉണ്ടാക്കുന്നതിൽ കവിതയ്ക്ക് ഇത് ട്രംപിനെ സ്വാധീനിക്കാൻ, നെതന്യാഹുവിനെ സ്വാധീനിക്കാൻ ലോകത്തെ ഏതെങ്കിലും കവിതയ്ക്ക് നേരിട്ട് കഴിയില്ല. പക്ഷെ അതേ സമയത്ത് ലോക സംസ്കാരത്തിൻ്റെ ഒരു അടിത്തറയെ നിർണയിക്കുന്നതിൽ ഒരുപക്ഷെ കവിതയ്ക്ക് സാധ്യമാകും എന്ന് തോന്നുന്നു. അതിലപ്പുറം പ്രത്യാശ ഈ ലോകത്തെ സംബന്ധിക്കുന്ന ഒരു പരിവർത്തനത്തിൻ്റെ ചാലകശക്തി എന്ന നിലയിൽ കവിതയ്ക്ക് സാധ്യതയുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. ഷാജുവിനോടൊരു കാര്യം കൂടി, ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഷാജുവിനെ കൊണ്ട് കുറച്ച് സംസാരിപ്പിക്കുക എന്നൊരു സ്വാർത്ഥത ഉള്ളതുകൊണ്ടുകൂടിയാണ് പിന്നെ ചോദിക്കുന്നത്. ഈ മലയാളത്തിലെ കവിതയുടെ ഒരു ഭാഷ, ഇനിയിപ്പോൾ ഫോം എന്നുള്ള രീതിയിൽ പറയുകയാണെങ്കിലും കവിതയുടെ ഭാഷയെ സംബന്ധിച്ച് പറയുകയാണെങ്കിലും ഷാജു പുതിയൊരു രീതി ഉണ്ടാക്കിയതാണ്, പുതിയൊരു വഴി വെട്ടിയ ഒരു മനുഷ്യനാണ്. എന്നുവെച്ചാൽ ഷാജുവിൻ്റെ പല കവിതകളും ഇത് കവിതയാണോ അതോ FB പോസ്റ്റാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്, ഇത് ഗദ്യമാണോ പദ്യമാണോ എന്നുള്ള രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. എന്താണ് ഈ കവിതയുടെ ഈ ഭാഷാപരമായ രൂപപരമായ ഘടനയിൽ തുടർച്ചയായി ഷാജു നടത്തുന്ന പരീക്ഷണങ്ങളെക്കുറിച്ച് ഒന്ന് പറയാമോ? എല്ലാവരും എഴുതുന്ന രീതിയിൽ നിന്ന് വ്യത്യസ്തമായി എന്തിനാണ് ഷാജു കവിത എഴുതുന്നത്? എന്നെ സംബന്ധിച്ച് വാസ്തവത്തിൽ ബോധപൂർവമായ ഒരു പരീക്ഷണം നടത്തുന്ന ആളല്ല ഞാൻ. എൻ്റെ തോന്നല് ഒരുപക്ഷെ കവിതയാക്കുവാൻ കഴിയാത്ത മനുഷ്യാവസ്ഥകൾ, കവിതയാക്കാൻ പ്രയാസമുള്ള മനുഷ്യാവസ്ഥകൾ കവിതയാക്കാനുള്ള ശ്രമമാണ് ഞാൻ നടത്തുന്നത്. ചിലപ്പോൾ സ്പോർട്സ് ആവാം, ചിലപ്പോൾ മനുഷ്യബന്ധങ്ങളുടെ ഈ അകലോകത്തിൻ്റെ സങ്കീർണതകളാവാം. കൺവെൻഷനലായ കവിതയുടെ വഴിയിലൂടെ ആ കവിത എഴുതുക അസാധ്യമാണ് എന്ന തിരിച്ചറിവിൽ നിന്ന് ഞാൻ ശ്രമിക്കുന്ന എൻ്റെ ഒരു അന്വേഷണത്തിൽ ഞാൻ കണ്ടെത്തുന്ന, അല്ലെങ്കിൽ ഒരുപക്ഷെ കണ്ടെത്തിപ്പോകുന്ന രൂപമാണ് എൻ്റെ കവിതയിലെ രൂപം. അത് ഭാഷയും അങ്ങനെ തന്നെയാണ്. ഒരുപക്ഷെ നിലവിൽ പറയപ്പെട്ടിട്ടില്ലാത്ത സാഹിത്യത്തിൻ്റെ കവിതയുടെ ആഖ്യാന മണ്ഡലത്തിൽ നാളിതുവരെയും ആഖ്യാനം ചെയ്യപ്പെട്ടിട്ടില്ലാത്ത, അല്ലെങ്കിൽ താരതമ്യേന വളരെ കുറച്ച് മാത്രം ആഖ്യാനം ചെയ്യപ്പെട്ടിട്ടില്ലാത്ത മനുഷ്യാവസ്ഥകളിൽ കുറിച്ച് പറയുമ്പോൾ സ്വാഭാവികമായും പുതിയ ഭാഷയും പുതിയ ആഖ്യാന വഴികളും രൂപവും ശില്പവും ആവശ്യമായി വരും. അപ്പോൾ അതാണ് ഒരുപക്ഷെ ശ്രമിച്ചു നോക്കിയിട്ടുള്ളത്. ഷാജുവിലേക്ക് തന്നെ നമുക്ക് തിരിച്ചു വരേണ്ടതുണ്ട്. 1-2 കാര്യം കൂടി എനിക്ക് ഷാജുവിനോട് ചോദിക്കാനുണ്ട്. അതിന് മുമ്പ് രഗില സജിയുടെ 1-2 കവിതകൾ നമുക്ക് പരിചയപ്പെടാൻ തോന്നുന്നു. രഗില സജി ചുരുങ്ങിയത് ഒരു കവിതയെങ്കിലും ഒന്ന് വായിക്കണം എന്ന് അഭ്യർത്ഥിക്കാം. കവിതയുടെ പേര് അവളെ പ്രേമിച്ചുകൊണ്ടേയിരിക്കുന്നു. 16-ാം വയസ്സിൽ അവൾ വണ്ടി കയറിപ്പോയ നഗരത്തിലേക്ക് 36-ാം വയസ്സിൽ വരേണ്ടി വന്നു. മുല്ലകൾ ആകാശത്ത് വിരിയുന്ന ഇരുട്ടിൽ അവളെ കെട്ടിപ്പിടിച്ച് കിടന്നപ്പോൾ ഒരിക്കലും അകന്നു പോവില്ലെന്ന് കരുതി. നെറുകിലും നെഞ്ചിലും ചുണ്ടുകൾ വരച്ചിട്ട മണങ്ങൾ ഒറ്റയ്ക്കാവുന്ന രാത്രികളിൽ ആകുലതകളെ പാട്ടുപാടി ഉറക്കിയിട്ടുണ്ട്. തൊട്ടാവാടി പോറിയതെന്ന് കള്ളം പറഞ്ഞ് നഖക്കൂർപ്പുകളുടെ മൂർച്ചയുണ്ടാക്കിയ അടയാളങ്ങളിൽ തൊട്ടുതൊട്ട് എത്രയോ വട്ടം ആനന്ദത്തിൻ്റെ വേദനയെ കൊഞ്ചിച്ചിട്ടുണ്ട്. വീട്ടിലെ ഒച്ചകളെയെല്ലാം കമിഴ്ത്തിയിട്ട് പാത്തും പതുങ്ങിയും
തോട്ടിലേക്കിറങ്ങി കാലിറുക്കി ഇരുന്നിട്ടുണ്ട്. പ്രേമം തിന്നു ചീർത്ത മീനുകളെല്ലാം മറ്റേതോ നാട്ടിലേക്ക് ഞങ്ങളുടെ കഥകൾ പാടാൻ പോകുന്നത് സ്വപ്നം കണ്ടിട്ടുണ്ട്. വെയിലുകേറി നോട്ടം കെടുന്ന വഴികളിൽ ഉറയൂരിക്കിടക്കും പാമ്പായി പരസ്പരം പുളഞ്ഞിട്ടുണ്ട്. അത്തിപ്പഴം പോലെ മിനുത്ത ഞെട്ടുകൾ കാട്ടി അതിനിളം മല്ലികൾ പരസ്പരം ചോർത്തിയെടുത്തിട്ടുണ്ട്. പുലരുമ്പോൾ കുടഞ്ഞു വിരിക്കും കിടക്കവിരിയിൽ നിന്ന് കുഴഞ്ഞ 2 കൊക്കുകൾ ആരും കാണാതെ ചെമ്പരത്തിച്ചോട്ടിൽ കൊണ്ടിട്ടിട്ടുണ്ട്. കാലം വളർന്നപ്പോൾ ഞങ്ങളും വളർന്നു. പ്രണയം 2ആയി മുറിഞ്ഞു, 2ഇടങ്ങളിലേക്ക് പറന്നു. ഒന്നിച്ചു പാർക്കാൻ ഇരുട്ടില്ലാത്ത വിധം അകന്നു. കിഴക്കേ പറമ്പിൽ ഞാവൽ പൂക്കുന്ന കാലത്തെല്ലാം അവളെ ഓർത്ത് കരയും. ഞാവലുറിഞ്ചി നീലിച്ച നാവിൻ നനവിൽ ഞാനപ്പോൾ കുതിരും. ഓറഞ്ച് തോട്ടങ്ങളുടെ കാവൽക്കാരി എന്നെപ്പോഴോ അവൾക്ക് കത്തുകൾ എഴുതിയിരുന്നു. എൻ്റെ അമരപ്പടപ്പേ, ആമ്പൽവള്ളി എന്നൊക്കെ മറുപടി കാത്തിരുന്നു. ഒടുവിൽ അവൾ എഴുതാനിടയില്ല എന്നറിഞ്ഞപ്പോൾ മറ്റേതോ പേരിൽ ഞാൻ കവിതകൾ എഴുതി. ഓർമ്മ കണ്ടെന്നെ അനുഗ്രഹിച്ച ദൈവമേ, ഇരുട്ടിലും വെട്ടത്തിലുമായി അഴിഞ്ഞുപോയ ഞങ്ങളുടെ തുമ്പികളെ മറന്നുകളയാൻ കൂടി അനുവദിക്കണേ എന്ന് പ്രാർത്ഥിച്ചു. ഓർമ്മ കൊണ്ടെന്നെ അനുഗ്രഹിച്ച ദൈവമേ, ഇരുട്ടിലും വെട്ടത്തിലുമായി അഴിഞ്ഞുപോയ ഞങ്ങളുടെ തുമ്പികളെ മറന്നുകളയാൻ കൂടി അനുവദിക്കണേ എന്ന് പ്രാർത്ഥിച്ചു. എന്നിട്ടും പഴയ കാലത്തിൻ്റെ ഉറുമ്പിൻ കടിയേറ്റ് ഈ പട്ടണത്തിൽ വന്നിരിക്കുന്നു. 16-ാം വയസ്സിൽ കുതറിയോടും വരെയുള്ള അവളെ ഈ 36-ാം വയസ്സിലും പ്രേമിച്ചുകൊണ്ടേയിരിക്കുന്നു. അടുത്തത് പൂജ ടീച്ചർ ഒരു കവിത അവതരിപ്പിക്കൂ. ശൂന്യത നിറഞ്ഞു നിൽക്കുന്ന ഇടങ്ങൾ. വാതിൽ അടുപ്പിച്ചു. ശൂന്യത നിറഞ്ഞു നിൽക്കുന്ന ഇടങ്ങൾ. വാതിൽ തുറന്നു കിടക്കുകയാണ്. ഉമ്മറത്തെ ചുക്കിച്ചുളിഞ്ഞ ചാരു കസേരയും ശൂന്യമായിരിക്കുന്നു. കുടിച്ചുവെച്ച പാനപാത്രം തൊല്ലെന്ന് മറിഞ്ഞു കിടക്കുന്നു. കാക്ക വാഴക്കൈയിലിരുന്ന് വിരുന്നുകാരനെ വിളിക്കുന്നു. വിഷം നലയുന്ന പൂച്ച ആരെയോ നോക്കി വിറങ്ങലിക്കുന്നു. നേരം വെളുത്തിട്ടും നേരം പുലരാതെ നിൽക്കുന്ന വീട്ടിൽ ശൂന്യത നിറച്ചിരിക്കുന്നു. പാണ്ഡൻ നായ അടുക്കള വാതിലാണ് കാത്തിരിക്കുന്നത്. ഉണർന്നിരിക്കുന്ന വളർത്തുമൃഗങ്ങളെ നോക്കി നങ്ങേലിയമ്മയാണ് ആദ്യമായി തിരിച്ചറിഞ്ഞത് നിറങ്ങളില്ലാത്ത ശൂന്യതയിലേക്ക് പടികടന്ന് പോയേറെ നേരമായെന്ന്. ഒരു ചെറിയ കവിത കൂടി വായിക്കാമെന്ന് വിചാരിക്കുന്നു. വിത്തുകൾ എന്നാണ്. ഇരട്ടിയിലധികം മടക്കി നൽകാനാണോ അതോ ഭയന്നാണോ നിങ്ങൾ മണ്ണിനടിയിൽ അഭയം പ്രാപിച്ചത്? ഓക്കെ, ഈ ഷാജുവിൻ്റെ കവിതകളിലേക്ക് തന്നെ ഒന്നുകൂടെ തിരിച്ചു വരാമെന്നിങ്ങനെ തോന്നുന്നുണ്ട്. ഈ ഷാജുവിൻ്റെ കവിതകളുടെ ഒരു സ്വഭാവം എന്താണ് എന്ന് ഞങ്ങൾ സുഹൃത്തുക്കളൊക്കെ പലപ്പോഴും ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഷാജുവിൻ്റെ ഒരു സമാഹാരത്തിന് കൊല നിങ്ങളെ താൽക്കാലിക ദൈവമാക്കുന്നു എന്ന സമാഹാരത്തിൽ ഞാനൊരു പഠനമൊക്കെ എഴുതിയിട്ടുണ്ട്. ആ പഠനം എഴുതുന്ന സമയത്ത് പിന്നെ കുറേ സമയം എടുത്തിട്ടാണ് ചെയ്തത്. കുറേ സമയം എടുക്കാൻ മീൻസ് ഇത് എങ്ങനെ എഴുതണം എന്ന ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷാജു കവിതയെ സമീപിക്കുന്നത് വേറൊരു രീതിയിലാണ് എന്നതുകൊണ്ട് തന്നെ നമ്മുടെ സാമ്പ്രദായികമായ ഉപകരണങ്ങൾ വെച്ചിട്ട് ഷാജുവിൻ്റെ കവിതയെ പഠിക്കാൻ കഴിയില്ല. പിന്നെ ഞങ്ങളുടെയൊക്കെ സുഹൃത്തുണ്ട്, ഒരു നാസർ മാഷുണ്ട്, MC അബ്ദുൽ നാസർ മാഷുണ്ട്. മാഷിൻ്റെ സെഷൻ മെന്നെയാന്ന് ഇവിടെ ഉണ്ടായിരുന്നു. മാഷ് പറഞ്ഞതിനുള്ളത് കവിതയിലെ ഒരു കൂടിയാട്ട വഴിയാണ് ഷാജു വിവിയുടെ കവിത എന്ന് നാസർ പറയും. പിന്നെ ആ കവിതയിലെ കൂടിയാട്ട വഴി എന്ന് പറയുമ്പോൾ നമ്മുടെ അഭിനയത്തിൽ നമുക്ക് വളരെ വളരെ പെട്ടെന്ന് അഭിനയിച്ചു പോകാവുന്ന തരത്തിലുള്ള അഭിനയമുണ്ട്. ഇപ്പോൾ സിനിമയിലെ അഭിനയവും നാടകത്തിലെ അഭിനയവും വ്യത്യസ്തമായ വഴികളാണ് എന്ന് നമുക്കറിയാൻ പറ്റും. കഥകളിലുള്ള അതല്ല. കഥകളിയിൽ നിന്ന് കൂടിയാട്ടത്തിലേക്ക് പോകുന്ന സമയത്ത് അഭിനയത്തിൻ്റെ ഓരോ സൂക്ഷ്മഭാവങ്ങളും വിടർത്തി 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 അഭിനയിച്ച് ഫലിപ്പിച്ചതിന് ശേഷമേ അടുത്തതിലേക്ക് പോകൂ എന്ന ഒരു വാശി ഈ കൂടിയാട്ടത്തിൽ പിന്നെ പരിപാടി അവതരിപ്പിക്കുന്ന ചാക്യാന്മാർക്ക് ഉണ്ട്. അതേ രീതിയിൽ വളരെ സൂക്ഷ്മമായാണ് എന്താ പറയുക. അപ്പോൾ നമുക്ക് ഈ വിഷ്ണുപ്രസാദിനോടൊക്കെ കവിതയെക്കുറിച്ച് ചോദിക്കുന്ന സമയത്ത് വിഷ്ണുമാഷ് പറയാൻ എന്താണെന്ന് വെച്ചാൽ ഈ കവിതകൾക്ക് വേണ്ടത് കവിതകളുടെ അടിസ്ഥാനം ഭാഷയൊന്നുമല്ല, കവിതകൾക്ക് വേണ്ടത് മെറ്റഫറുകളാണ് എന്ന് പറയും. നമ്മൾ ആദ്യം ബിംബങ്ങൾ ഉണ്ടാക്കണം.
നല്ല ഭംഗിയുള്ള ബിംബാവലികൾ ഉണ്ടാക്കി വെച്ചിട്ട് ആദ്യം ഉണ്ടാക്കി വെക്കുകയും നമ്മളിപ്പോൾ വീട് പണിക്കൊക്കെ കല്ല് പിന്നെ മരം ഒക്കെ തയ്യാറാക്കുന്നത് പോലെ തന്നെ കാവ്യ നിർമ്മാണത്തിന് വേണ്ടത് ഇത്തരത്തിലുള്ള എന്താ പറയുക ബിംബം എന്ന് പറയും, നമുക്ക് വേണമെങ്കിൽ മെറ്റഫർ പറയാവുന്ന തരത്തിലുള്ള ചേരുവകളാണ് വേണ്ടതെന്ന് പറയും. പക്ഷേ ഷാജുവിൻ്റെ കവിതയിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അത്തരത്തിലുള്ള എടുത്തു കാണിക്കാവുന്ന ബിംബാവലികളോ സംഗതിയൊന്നും അങ്ങനെ പ്രകടമായിട്ട് കാണില്ല. അപ്പം മറിച്ച് ഇത്തരത്തിലുള്ള സൂക്ഷ്മമായ ഇപ്പം സുമേഷ് സ്മാരക ബസ് സ്റ്റോപ്പ് പോലുള്ള കവിതകൾ ഒരു യാത്രയിൽ ഒരു കുഞ്ഞിനെ എടുത്ത് യാത്ര ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിട്ടൊക്കെ അത് അത്തരത്തിലുള്ള നിത്യജീവിതത്തിൽ ഉണ്ടാവുന്ന നമ്മളൊക്കെ ശ്രദ്ധിച്ചിട്ട് നമ്മുടെ മുന്നിലൂടെ ഇങ്ങനെ കടന്നു പോകുന്ന കാര്യങ്ങൾ അതിനകത്ത് അതിൻ്റെ സൂക്ഷ്മതയിലും വേദനയിലും വൈകാരികതയിലും ചരിത്രത്തിലുമൊക്കെ വലിയ തരത്തിൽ ശ്രദ്ധ വെച്ചിട്ടാണ് ഷാജുവിൻ്റെ കവിത ഉണ്ടാക്കാറുള്ളത്. ഞാനത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുള്ളൊരു സംഗതി ഈ ഹെൻറി ലെഫ്ബറുടെ ക്രിട്ടിക് ഓഫ് എവരിഡേനെസ് എന്ന് പറയുന്ന ഒരു തിയറി ഉപയോഗിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ക്രിട്ടിക് ഓഫ് എവരിഡേനെസ് എന്നുള്ളതിൻ്റെ ആ ക്രിട്ടിക് എന്ന് പറയുന്ന ഭാഗമല്ല, എവരിഡേനെസ് എന്ന് പറയുന്ന ഒരു ഭാഗം മാത്രം എടുത്തിട്ട് ദൈനംദിനത ഈ മലയാളത്തിൽ ഇത്രയും കവിതയാക്കിയിട്ടുള്ള ഒരാൾ വേറെ ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. അപ്പോൾ ഷാജുവിനോട് ശരിക്കും പറഞ്ഞാൽ വായനക്കാരാണ് ഈ കവിതയിലെ ദൈനംദിനതയെ പോലെയുള്ള സംഗതികൾ ആ രീതിയിലൊക്കെ തിരിച്ചറിയേണ്ടത്. എന്നാലും ഷാജുവിനോട് ചോദിക്കുകയാണ്, എങ്ങനെയാണ് ഷാജുവിന് ഒരു പക്ഷേ എന്താ പറയുക കവിത എന്നതിൽ നിന്ന് തെന്നി മാറിപ്പോവാൻ സാധ്യതയുള്ള ഒരു ഭാഷാ വഴി സ്വീകരിക്കാൻ എങ്ങനെയാണ്, ഒരു കാവ്യ വഴി സ്വീകരിക്കാൻ എങ്ങനെയാണ് ഷാജുവിന് പറ്റുന്നത് എന്നാണ് ചോദ്യം. എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു മാനസിക ഘടന പ്രവർത്തിക്കുന്നത് അങ്ങനെയാണ്. ഈ അനുനിമിഷത്തിലാണ് എൻ്റെ ശ്രദ്ധ പൊതുവേ. അപ്പോൾ ആ ഓരോരോ ഇപ്പം നമ്മളിവിടെ വന്ന് ഇരിക്കുമ്പോൾ ഞാൻ ഈ അറ്റത്തിരിക്കാനുള്ള കാരണം അല്ലെങ്കിൽ അറ്റം തിരഞ്ഞെടുക്കാനുള്ള കാരണം ഞങ്ങൾ നൂറ്റാണ്ടുകളായി സഹസ്രാബ്ദങ്ങളായി പുരുഷന്മാർ ഈ കേന്ദ്രത്തിൽ സ്ഥാനം പിടിച്ച് നിൽക്കുന്നതാണല്ലോ. അപ്പോൾ ഇത്തരം ശ്രദ്ധകൾ ആളുകൾ എങ്ങനെയാണ് ഈ ഓരോ നിമിഷത്തിൽ പെരുമാറുന്നത് ഞാൻ തന്നെ എന്നെ വിചാരണ ചെയ്തുകൊണ്ടേയിരിക്കും. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ മാത്രമല്ല എനിക്ക് വലിയ യാത്രകളില്ല, വലിയ സംഭവങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട് ഞാൻ വിചാരിക്കുന്നില്ല. ഞാൻ തന്നെ ഉണ്ടാക്കി വെക്കുന്ന അനർത്ഥങ്ങളല്ലാതെ വലിയ സംഭവങ്ങളില്ല. അപ്പോൾ അങ്ങനെ ചെറിയ ജീവിതമാണ് ഞാൻ ജീവിക്കുന്നത്. ഈ ചെറിയ ജീവിതത്തിൻ്റെ വിശദാംശങ്ങളിൽ ഞാൻ വിചാരിക്കുന്നത് ഒരുപക്ഷെ മനുഷ്യ ചരിത്രത്തിൻ്റെ സങ്കീർണതകളെല്ലാം നമ്മുടെ ഓരോരോ അധികാരം, സ്നേഹം, അങ്ങനെ ഓരോന്നും നമ്മുടെ അനുനിമിഷ ജീവിതത്തിനകത്ത് ഉണ്ട്. നമ്മുടെ ഒരു നിരീക്ഷണം ഒരുപക്ഷെ എൻ്റെ കവിതയിൽ അല്ലെങ്കിൽ എൻ്റെ എഴുത്തിൽ എനിക്ക് തോന്നുന്നത് നിരീക്ഷണപരതയാണ് അത് കൂടുതലുള്ളതെന്ന് തോന്നുന്നു. അപ്പോൾ ലത്തീഫ് മാഷ് പറഞ്ഞത് ശരിയാണ്. ഈ അനുനിമിഷ വിചാരണയും അനുനിമിഷ വിശകലനവുമാണ് എൻ്റെ എഴുത്ത് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമുക്കൊരു 10 മിനിറ്റ് കൂടി ഉണ്ട്. ഈ സമയത്ത് നമുക്ക് കവിത വായിക്കാം. ഞങ്ങൾ കവിത വായിക്കാത്ത ഞാനും ഷാജുവും കവിത വായിച്ചിട്ടില്ല, വേണമെങ്കിൽ കവിത വായിക്കാം. അതിന് മുമ്പ് ഓഡിയൻസിന് എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ആവാം. ഞാനിവിടെ ഉള്ള ആളുകളിൽ വളരെ കൂടുതൽ വായിച്ചിട്ടുള്ളത് 1 റഗിലേൻ്റെ കവിതയും 2 ഷാജുവിൻ്റെ കവിതയാണ്. ഷാജുവിനോട് 2 ചോദ്യങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, വി ഷാജു എന്ന പേരിൽ തന്നെ കവിത ദീർഘകാലം എഴുതുകയും പൊടുന്നനെ അനുമതി ധ്വനി എന്ന പേരിലേക്ക് പേര് മാറുകയും ചെയ്ത ഒരാളാണ്. അതേസമയം തന്നെ മലയാളത്തിലെ വളരെ പ്രശസ്തനായ മറ്റൊരു കവി കുട്ടുറുവ നിലപ്പച്ച എന്ന പേരിൽ തന്നെ എഴുതുന്നുണ്ട്. അദ്ദേഹം വേറൊരു പേരിൽ കവിത പ്രസിദ്ധീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തിനാണ് ഈ പേര് മാറുന്നത്? നമ്മൾ ഒരു അൺസീൻ ഐഡൻറ്റിറ്റി ഒരാൾക്ക് ഉണ്ടാവണം എന്ന് ഒരാൾ ആഗ്രഹിക്കുന്നതിന് പിന്നിൽ കാവ്യപരമായ എന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്നുള്ളതാണ് ഒരു ചോദ്യം. മറ്റൊന്ന്, അതായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളതല്ല, അപ്പം എങ്കിലും വീണ്ടും എണീക്കേണ്ടല്ലോ സിറ്റുവേഷൻ. മറ്റൊരു ചോദ്യം എന്താ വെച്ചാൽ, നമ്മളൊരു കാവ്യ പാരമ്പര്യത്തിൻ്റെ തുടർച്ച എന്നുള്ള സംഗതി അത് ബോധപൂർവമായി ചെയ്യുന്നത് ആണെങ്കിലും അല്ലെങ്കിലും അത്തരത്തിലൊരു കാവ്യ പാരമ്പര്യം എന്ന് പറയുന്ന സംഗതിയിൽ നിൽക്കാൻ ഷാജു ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അതായത് മലയാള കവിതയുടെ ചരിത്രം
നമ്മൾ മലയാളത്തിന് ഹിസ്റ്റോറിക്കലി ക്രോണോളജിക്കലി തന്നെ നമ്മൾ വായിക്കുന്ന സമയത്ത് വാക്കുകൾ ഒരു പ്രത്യേക രൂപത്തിൽ അടുക്കി വെച്ച, അല്ലെങ്കിൽ പ്രത്യേക രൂപത്തിൽ ഷാജി എഴുതുന്നത് പോലെ എഴുതിയ ഒരു കാവ്യ സംസ്കാരം അല്ലെങ്കിൽ കാവ്യ രീതി ലത്തീഫ് മാഷ് പറഞ്ഞ പോലെ തന്നെ അങ്ങനെ കാണുന്നില്ല. നമുക്ക് വളരെ വളരെ വേഗമായിട്ട് ഗദ്യകവിത, പദ്യകവിത എന്നൊക്കെ പറഞ്ഞു പോകും എന്നുള്ളതല്ലാതെ ഈ ഒരു കവി എന്ന നിലയിൽ ഷാജു എവിടെ ഷാജുവിനെ പ്രതിഷ്ഠിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അതായത് അത് മലയാളത്തിൽ തന്നെ ആവണമെന്നില്ല. ഇപ്പോൾ എനിക്ക് ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം പറയുമ്പോൾ, എൻ്റെ ആദ്യത്തെ പേര് ഷാജു ആയിരുന്നില്ല. ഞാൻ ആദ്യം നീലിമ രാധിക എന്ന പേരിലാണ് എഴുതിയത്. അതിനുശേഷം ഷാജു എന്ന പേരിൽ എഴുതി. അതിനുശേഷം ഷിൻചാൻ എന്ന പേരിൽ ചൈനീസ് കവി ഷിൻചാൻ, പിന്നെ യാസർ മെഹബൂബ്, അതിനുശേഷമാണ് ഈ അനുമതി ധ്വനി. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മളെല്ലാവരും പല രീതിയിൽ നമ്മുടെ പലതരം ഐഡൻറ്റിറ്റിക്കകത്താണ് നിൽക്കുന്നത്. ഇപ്പം ഞാൻ ഈ പറയുന്ന പയ്യന്നൂർ അംശം ദേശം ഹയർ സെക്കൻഡറി അധ്യാപകനായ, പിന്നെ ആളുകൾക്കറിയാവുന്ന തരം ചില കാര്യങ്ങളോടുകൂടി ജീവിക്കുന്ന പരിമിതമായ ജീവിതം ജീവിക്കുന്ന ഒരാളാണ് ഞാൻ. ഭയങ്കര ചെറുതാണ് എൻ്റെ ജീവിതം. അപ്പോൾ ഒരുപക്ഷെ ഈ പറയുന്ന സ്വത്വപരമായ ഒരു പരകായ പ്രവേശത്തിൻ്റെ ഒരു സ്വപ്നത്തിൽ നിന്നാണ് ഞാൻ ഈ പേരുകൾ കണ്ടെത്തുകയും അല്ലെങ്കിൽ ചിലതരം മറ്റു മനുഷ്യാവസ്ഥകളിൽ അടയിരിക്കുകയും ധ്യാനിക്കുകയും ശ്രമകരമാണ് ആ കാര്യം ശരിക്കും. അങ്ങനെയാണ് ഈ ഷിൻചാൻ എഴുതി, ഞാൻ തന്നെ ഈ ഷിൻചാൻ എന്നുള്ള ഈ കവി, ചൈനീസ് കവി എഴുതിയ കവിത ഞാൻ പിന്നീട് വർഷങ്ങൾക്ക് ശേഷം കഴിഞ്ഞ് നോക്കുമ്പോൾ അത് വളരെ വ്യത്യസ്തമാണ്. എന്ന് വെച്ചാൽ പിന്നെ അത് എങ്ങനെയാണത് മനഃശാസ്ത്രപരമായി വിശദീകരിക്കേണ്ടത് എനിക്കറിയില്ല. പക്ഷേ പിന്നെ അത്തരം ധ്യാനങ്ങൾ എന്നെ സഹായിച്ചിട്ടുണ്ട്. എൻ്റെ ഈ പരിമിതിയിൽ നിന്ന് കുറേ കൂടി വേറൊരു തലത്തിലേക്ക് സഞ്ചരിച്ച് എഴുതുന്നതിൽ എന്നെ അത് സഹായിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, ഈ പിന്നെ മലയാള കവിതാ സാഹിത്യത്തിൻ്റെ ചരിത്രത്തിൽ ഒന്ന് ഞാൻ ഒറ്റക്ക് നിൽക്കുന്ന ഒരാളല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത്തരത്തിലുള്ള എഴുത്തുകൾ ഒരുപക്ഷെ ഇതിനു മുന്നേ ഉണ്ടായിട്ടുണ്ട്. അത് പലപ്പോഴും ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടാത്തത് കൊണ്ട് കൂടിയാണ്. പ്രബലമായി ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ ഒരാളുടെ പേര് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് കൽപ്പറ്റ നാരായണ മാഷിയുടെ എഴുത്തിൽ ഒരുപക്ഷെ ഞാനെപ്പോഴും എൻ്റെ എഴുത്ത് ചിലപ്പം മാഷിയുടെ ചില ഈ അനുധ്വനികൾ എനിക്ക് തോന്നാറുണ്ട്. ഈ അടുത്ത കാലത്ത് കുറവാണ്, പക്ഷെ ഞാൻ ആദ്യകാലം എഴുതിയ കവിതകളിൽ കൽപ്പറ്റ മാഷിയുടെ എഴുത്തിൻ്റെ സ്വാധീനമുള്ളതായി എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരുപക്ഷെ പിന്നെ മലയാള കവിതയുടെ ഈ വർത്തമാനത്തിൽ ഒരുപാട്, ഇപ്പോൾ രഗില സജി എഴുതുന്ന കവിത, ലത്തീഫ് മാഷ് എഴുതുന്ന കവിത, ഇങ്ങനെ ഒട്ടനവധി മനുഷ്യരെഴുതുന്ന കവിതയിലുള്ള ഒരു ചെറിയ സ്ഥലമാണ് എൻ്റെ സ്ഥലം. ആ സ്ഥലം സർവൈവ് ചെയ്യുമോ, അത് നാളെ ഉണ്ടാകുമോ, അതിന് ഒരു തുടർച്ച ഉണ്ടാകുമോ എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് വലിയ ധാരണയില്ല. അതിനെക്കുറിച്ച് എനിക്ക് വലിയ ആശങ്കയില്ല. പിന്നെ ഞാൻ വിചാരിക്കുന്നത് ഇവിടെ നിന്ന് എങ്ങനെ മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയുന്നില്ലാണ്. ഞാൻ തന്നെ തളം കെട്ടി നിൽക്കുന്ന പോലുള്ളൊരു ഫീൽ എനിക്ക് അടുത്ത കാലത്തായിട്ടുണ്ട്. ഒരു പക്ഷേ കുറച്ചു കാലമൊക്കെ എഴുത്ത് നിർത്തുന്നതിനെക്കുറിച്ചും ചിന്തിക്കുന്നുണ്ട്. 5 മിനിറ്റ് സമയമാണുള്ളത്. ഒരു കവിത, ഞാൻ തന്നെ ഒരു കവിത വായിച്ചാലോ എന്ന് ആലോചിക്കുകയാണ്. എന്താണ് ഭാഷയുടെ അഭിപ്രായം? പിന്നെ ഇപ്പം ഈ ഇങ്ങനെയുള്ള പരിപാടികളിലൊക്കെ കവിത വായിക്കുന്ന സമയത്തുള്ളൊരു ഒരു ഒരു പ്രശ്നം എന്താ വെച്ചാൽ, ആളുകൾക്ക് ഞാൻ എടുത്തു വെച്ച കവിത ഏതാണ്? ഈ വൃത്തത്തിലൊക്കെ എഴുതിയ കവിതകളുണ്ട്. അതൊക്കെ വായിച്ചാൽ ആൾക്കാർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. സത്യത്തിൽ എനിക്ക് അത്ര വലിയ ഇഷ്ടമല്ല അത്. ഇപ്പോൾ ഷാജി ഭാഷൊക്കെ എന്നെ ചീത്ത പറയുകയും ചെയ്യാറുണ്ട്. അത് വേറെ ചില ഒരു ഒരു പരിസരത്താണ് അങ്ങനത്തെ കവിത എഴുതാറുള്ളത്. ഏതായാലും ജോസഫ് ബാർ വായിക്കാം. ജോസഫ് ബാർ. പനാജിയിൽ ഏതോ വരണ്ട സിനിമ കണ്ടുകൊണ്ടിരിക്കെ മണിക്കൂറുകൾക്കകം ജാവിയർ സോളിസ് എന്ന് നാമകരണം ചെയ്യാനിരിക്കുന്ന ചങ്ങാതിയുടെ സന്ദേശം വന്നു. ഉച്ചഭക്ഷണത്തിന് മുമ്പ് താഴെ കൊടുത്ത ഗൂഗിൾ ലൊക്കേഷനിൽ എത്തിച്ചേരുക. ഇടുങ്ങിയ പോർച്ചുഗീസ് തെരുവിലെ ജോസഫ് ബാറിന് മുന്നിൽ വണ്ടി നിന്നു. ചരിത്രവും രാഷ്ട്രീയവും സംഗീതവും ചേർത്ത് സ്ക്രാപ്പുകൾ കൊണ്ട് തട്ടിക്കൂട്ടി തെരുവിലേക്ക് കയ്യും കാലും നീട്ടിയ ലിവിംഗ് മ്യൂസിയമാണ് സംഭവം. മുന്നിലൂടെ നടക്കുന്നവർ പോലും അതിന്റെ ഭാഗമാകും. കോക്കോഫനി കോക്ടെയിലാണ് ബാർ ഐക്കൺ.
ഫെനിയിൽ ഗ്രാഫിറ്റികളും പോപ്പ് സംഗീതവും വിപ്ലവ നായകരുടെ രേഖാചിത്രങ്ങളും ആന്റിക് പീസ് ഇൻസ്റ്റലേഷനുകളും സദാചാര ഭയമോ വസ്ത്രാശങ്കകളോ ഇല്ലാതെ ചെറുപ്പക്കാർ വലിച്ചൂതുന്ന തമാശകളും വാരിയിട്ട് ഒരു കഷ്ണം ചെറുനാരങ്ങയും ഏതാനും ഐസ് പീസുകളും ചെമ്പനീർ പൂവിന്റെ ഇതളുകളും ചുവന്ന രാഷ്ട്രീയവും ചേർത്ത കോക്കോ ഫെനി കോക്ടെയിൽ. പാട്ടും പുകയും ചേർന്ന് കാബോ സാൻ ലൂക്കാസിലെ 3 റൂസ്റ്റേഴ്സ് റെസ്റ്റോറന്റ് ഓർമ്മ വരും. മെക്സിക്കൻ രുചിയുള്ള ചിക്കൻ റോസ്റ്റും പോർക്കും കൂട്ടി ഒന്നാമത്തെ ഗ്ലാസ് ഒഴിയുമ്പോൾ പെഡ്രോ ഇൻഫാന്റിയും ജോർഗെ നെഗ്രറ്റയും ജാവിയർ സോളിസും 3 പുറവും നിന്ന് പാടാൻ തുടങ്ങും. കന്നിമാവിൻ ചോട്ടിലന്ന് നീ വിളിച്ചില്ലേ, അന്ന് കണ്ണിമാങ്ങ പാഞ്ഞെടുക്കാൻ മത്സരിച്ചില്ലേ. ജിഗ്നേഷ് മേവാനിക്കും കനയ്യകുമാറിനുമൊപ്പം ഫ്രാൻസിസ്കോ മിരാൻഡയും സൈമൺ ബൊളീവറും ചിത്രങ്ങളിൽ നിന്ന് ഇറങ്ങി വന്ന് കൂടെ പാടും. ഉമർ ഖാലിദ് ഇറങ്ങി വരാനാകാതെ ഒരു സൈക്കിളിൽ ചുമരുകളിലൂടെ ചുറ്റി നടന്ന് പുഞ്ചിരി തൂകും. ഇതേതു പാട്ട് എന്ന് ചെവിയോർക്കുന്ന തൊട്ടടുത്ത ടേബിളിലെ താലിയ എന്ന യുവതിയോട് ഒരു പുക ചോദിക്കുമ്പോൾ അവളുടെ കണ്ണിൽ നിന്ന് മണ്ടോവി നദി വന്ന് കൈപിടിക്കും. 4ാമത്തെ കോക്ടെയിൽ പറയുമ്പോൾ ഖോർഹെ വോൾപി എന്ന ഒഴിപ്പുകാരൻ ഈ രാത്രിയിൽ നിങ്ങൾക്കിനി ഡ്രിങ്ക്സ് ഇല്ലെന്ന് പ്രഖ്യാപിക്കുന്നു. റോസാദലങ്ങൾ ഇറന്നിടുന്ന ഹ്യൂഗോ സാഞ്ചസും നാരങ്ങ മുറിക്കുന്ന റഫേൽ മാർക്കേസും അത് കേട്ട് ഗൂഢമായി പുഞ്ചിരിക്കുന്നു. ലിംകയിലേക്ക് ഉപ്പും നാരങ്ങയും ഫെനിയും ചേർത്തുണ്ടാക്കുന്ന വെളിച്ചത്തിൽ നിന്ന് ജാവിയർ സോളിസ് പുറത്തേക്ക് കൈപിടിച്ചു. താലിയയുടെ കണ്ണുകളിൽ നിന്ന് പുറപ്പെട്ട നീല നദിയുടെ 2 കരകളിലുമായി 17ാം നൂറ്റാണ്ടിലെ നഗരം. ഗ്രീഷ്മം കൊഴിച്ചിട്ട തുടുത്ത ഇലകളിൽ ചവിട്ടി നടക്കുമ്പോൾ ഇരുനില വീടിന്റെ മട്ടുപ്പാവിൽ വരൂ വരൂ എന്ന് കണ്ണു ചിമ്മും വിളക്കുകൾ. ഇടുങ്ങിയ തെരുവിലെ പ്രാചീന കെട്ടിടങ്ങൾക്ക് മുകളിലെല്ലാം പോർച്ചുഗീസിൽ കൂവുന്ന പൂവൻ കോഴികൾ. 3 റൂസ്റ്റേഴ്സ് എന്ന് മൂളിപ്പാട്ട് പാടി നടക്കവേ ജാവിയർ സോളിസ് ചോദിച്ചു, കൂട്ടുകാരാ, ജോസഫ് ബാറിലെ ആ ചെമ്പനീർ ചുവപ്പ് എവിടെ നിന്ന് വന്നതാണെന്നറിയാമോ? കൂട്ടുകാരാ, ജോസഫ് ബാറിലെ ആ ചെമ്പനീർ ചുവപ്പ് എവിടെ നിന്ന് വന്നതാണെന്നറിയാമോ? പാതിരാ തെരുവിലേക്ക് 17ാം നൂറ്റാണ്ടിലെ മലബാർ തീരത്ത് നിന്ന് പായക്കപ്പലുകൾ ഒഴുകി വന്ന് ഉമർ ഖാലിദിന്റെ പുഞ്ചിരിയുടെ അർത്ഥം പറഞ്ഞു തന്നു. അപ്പോൾ ജോസഫ് ബാറിലെ പാട്ടുകളും സെന്റ് സേവിയർ ദേവാലയത്തിലെ വെള്ളി വെളിച്ചങ്ങളും താലിയയുടെ മട്ടുപ്പാവിലെ വിളക്കുകളും ഒന്നിച്ചണഞ്ഞു. അപ്പോൾ ജോസഫ് ബാറിലെ പാട്ടുകളും സെന്റ് സേവിയർ ദേവാലയത്തിലെ വെള്ളി വെളിച്ചങ്ങളും താലിയയുടെ മട്ടുപ്പാവിലെ വിളക്കുകളും ഒന്നിച്ചണഞ്ഞു. 4 മണിക്ക് നിർത്താനാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഒരല്പം കൂടി സമയം തരികയാണെങ്കിൽ ഷാജുവിൻ്റെ ഒരു കവിതയും കൂടി കേൾക്കണം താല്പര്യമുണ്ട്. എന്താണ് സംഘാടകർ അനുവദിക്കുകയാണെങ്കിൽ ഓക്കെ. അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ടെൻഷനായി. അല്ല, നമ്മളെല്ലാവരും ഈ ഇന്നലത്തെ ദിവസത്തിൻ്റെ ഹാങ് ഓവറിലാണ്, വാലന്റൈൻസ് ഡേ. ഞാനിത് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കാമുകിയെക്കുറിച്ച് എഴുതിയ ഒരു കവിതയാണ്, ഞങ്ങളുടെ അനുഭവം തന്നെയാണ്. കവിതയുടെ പേര് നിനക്കോർമ്മയില്ലേ. നമ്മുടെ ഏറെക്കാലത്തെ അടക്കാനാവാത്ത പൊരുന്നിരുപ്പിനൊടുവിൽ നീ തീവണ്ടിയിൽ വന്നിറങ്ങി. പരസ്പരം കണ്ടപ്പോൾ ഉണ്ടായി വന്നവർ നാം എന്ന മട്ടിൽ നാം ഇരുവരും കോരിത്തരിച്ചു. ഞാനായിരുന്നു കിതക്കേണ്ടിയിരുന്നത്, തീവണ്ടിയാണ് കിതച്ചത്. ഇതാ നിന്റെ പ്രാണനെന്ന് തീവണ്ടി എനിക്ക് മാത്രം കേൾക്കാവുന്ന ഒച്ചയിൽ പറഞ്ഞു. എങ്ങോട്ടെന്നില്ലാതെ സ്ഥലവും കാലവും ചിതറി ആളുകളോ വാഹനങ്ങളോ തന്തൂരി മണമുള്ള ഭക്ഷണശാലകളോ ഉച്ചഭാഷിണിയിലെ രാഷ്ട്രീയാക്രോശങ്ങളോ കടൽക്കാറ്റിൻ്റെ കുളിരോ ഭൂമിയോ ആകാശമോ ഇല്ല എന്ന പോലെ കൈകൾ ചേർത്തു പിടിച്ച് അനേക കാലം ആ തെരുവിലൂടെ നടന്നത് നീ എങ്ങനെ മറക്കാനാണ്? നിന്റെ കയ്യിൽ വിറയലുണ്ടായിരുന്നു. എന്നെ ചേർത്ത് പിടിക്കൂ എന്ന് ഒരു ഹൃദയം പോലെ അത് മിടിക്കുന്നുണ്ടായിരുന്നു. ഉള്ളംകൈ ഒറ്റക്കൊരു മനുഷ്യജീവിയാണ്, ഞാൻ നിന്റെ കാതിൽ പറഞ്ഞു.
അന്നേരം നിന്റെ ചെറുവിരൽ എൻ്റെ കൈക്കുള്ളിൽ എനിക്കിപ്പോഴും വ്യാഖ്യാനിക്കാനായിട്ടില്ലാത്ത ഏതോ ഭാഷയിൽ എന്തോ എഴുതി. ചെറുവിരൽ അതുമാത്രമായി ഒരു നർത്തകിയാണ്. ഞാൻ ഉന്മാദത്തോടെ വിളിച്ചു പറഞ്ഞു, പിങ്ക് തൊപ്പി വെച്ച നഗ്നയായ നർത്തകി. അന്നേരം നീ ഒരു പെണ്ണും ചിരിച്ചു കേട്ടിട്ടില്ലാത്ത, മൗലികത കൊണ്ട് ഈ പ്രപഞ്ചത്തെ തന്നെ വിസ്മയിപ്പിക്കുന്ന ഒരു ബാലേ സ്വപ്നാടകക്കാരി കടലുപ്പ് മണക്കുന്ന പിരിയൻ ഗോവണിയിലൂടെ ലൈറ്റ് ഹൗസിലേക്ക് കയറിപ്പോകുന്ന ദൃശ്യമുണർത്തുന്ന, കാലത്തെ ശബ്ദകലയാക്കുന്ന, എൻ്റെ മരണശയ്യയിൽ പോലും ത്രസിപ്പിക്കാൻ ഇന്ധനമുള്ള നിന്റെ ആ ചിരിയെ ചരടഴിച്ചു വിട്ടു. ഞാൻ നിന്നെ ആരാധനയോടെ നോക്കി. നമുക്കിടയിലെ പ്രണയത്തിൻ്റെ ആദ്യ ഭൗതിക സന്തതി നിന്റെ ഉള്ളം കൈയിൽ സ്രവിക്കുന്ന വിയർപ്പു കണങ്ങളാണ്. നീ ചിരിയെ വിദഗ്ധയായ വൈമാനികയെപ്പോലെ കാവ്യാത്മകമായി ലാൻഡ് ചെയ്ത് എന്നോട് മന്ത്രിച്ചു. നമ്മുടെ പ്രണയം ഒരു ദ്രവ്യ സ്വപ്നമാണ്. അപ്പോൾ അനേക സംവത്സരങ്ങൾക്കായുള്ള വസന്തം ഒറ്റപ്പാഴ്മരത്തിൽ ആവേശിച്ചതുപോലെ നൊടിയിടയിൽ ഞാൻ തളിർത്തു പൂവിട്ടു. 2 ദിവസത്തെ തീവണ്ടി യാത്രയിൽ മുഷിഞ്ഞ നിന്റെ ഉടുപ്പും, എനിക്ക് പിടിക്കാത്ത കളറും ഡിസൈനുമുള്ള നിന്റെ ചപ്പലും, നിന്റെ മൂക്കിനോട് തോറ്റു മ്ലാനമായിരിക്കുന്ന മൂക്കുത്തിയും എനിക്ക് അലൗകികമായി തോന്നി. ആരുടെയോ കൈപിടിച്ച് നടന്ന ഏതോ പെൺകുഞ്ഞിനെ മാലാഖയെന്ന പോൽ ഞാൻ അന്തം വിട്ടു നോക്കി. പൊന്നുരുകും പൂക്കാലമേ എന്ന പാട്ട് എൻ്റെ ചുണ്ടിലേക്ക് ചിറക് കുറിപ്പിച്ച് പതിയെ വന്നിരുന്നു. അതിൻ്റെ സംഗീത സംവിധായകൻ ആരെന്ന് രണ്ടാളും ഒരേ നിമിഷം അന്യോന്യം ചോദിക്കുക പോലും ചെയ്തു. നീ എന്തൊരു നീയാണെന്ന് ഒറ്റ വാക്യത്തിൽ ഒരു കപ്പൽ നിറയെ പ്രണയസുഗന്ധലേപന കുപ്പികൾ നീ എൻ്റെ മേൽ ചൊരിഞ്ഞു. അന്നേരം ഞാൻ നിന്റെ ആൽക്കഹോൾ മണമുള്ള നഖങ്ങളെ കണ്ണോട് ചേർത്തു. നമുക്ക് ഉമ്മ വെക്കാൻ തോന്നി. അപ്പോഴേക്കും നമ്മൾ എത്തിപ്പെട്ട കുഞ്ഞു ചായക്കടയിൽ ചരിത്രപരമായി വെളിച്ചം പോയി. ഇരുട്ടിൻ്റെ കാർമ്മികത്വത്തിൽ നൊടിയിടയിൽ ചുണ്ടുകൾ അന്യോന്യം കണ്ടെത്തി. ദൈവമേ, സുദീർഘവും പരിപൂർണവുമായ ഉമ്മവെപ്പിനുള്ള പൊതു മിനിമം സമയം നമ്മുടെ വിദ്യുച്ഛക്തി ബോർഡിനറിയാം. വെളിച്ചം വന്നപ്പോൾ നീ പറഞ്ഞു, ഇന്നലെ ഞാൻ ആ ചായക്കടക്ക് മുന്നിലൂടെ പോയിരുന്നു. മറ്റാരുടെയോ ഭൂതകാലം നോക്കും പോലെ ഞാൻ അതിൽ നോക്കി. എൻ്റെ നെടുവീർപ്പിൽ അവിടുത്തെ വെളിച്ചമണഞ്ഞു. നമ്മുടെ ചുംബനത്തെ ഒട്ടും നഷ്ടപ്പെടാതെ ഞാൻ ഓർത്തെടുത്ത് കഴിഞ്ഞതും അവിടെ വെളിച്ചമുണ്ടായി. ഈ സെഷൻ ഇവിടെ കവിത സംവാദം എന്ന ഈ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. ഇതിൽ പങ്കെടുത്ത ഷാജു വി, രഗില സജി, JR ജ്യോതിലക്ഷ്മി, വിനു നീലേരി, പൂജ ഗീത, എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി പറയുന്നു.